ഇന്ത്യൻ ശിക്ഷാ നിയമം വകുപ്പ് 362 ABCD നിങ്ങൾ അറസ്റ്റ് ചെയ്യും. വാക്സ് ഒരു നമ്പർ മാത്രമാണ്, ഞങ്ങൾക്ക് ആർക്കും അത് പറയാനും ഇഷ്ടം. ആ നമ്പർ പറയണ്ട. 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് പത്രത്തിൽ വായിച്ചു. അതന്നെ പിന്നീട് ഇന്നാണ് ഞാൻ ചെയ്യില്ല. അന്ന് ആ ചെറുപ്പത്തിൻ്റെ ഒരു 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 ഇത്രയും മോശപ്പെട്ടൊരു ഒരു സ്ട്രെച്ച് ഈ 6 വരി പാതയിൽ കേരളത്തിൽ ഞാൻ കണ്ടു. കളക്ടർ ബ്രോ എന്നൊക്കെ പറഞ്ഞ് ഒക്കെ വരുന്നത് ഒട്ടും ശരിയല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരു തീരുമാനമെടുത്ത് നടപ്പിലാക്കേണ്ട ആ തീരുമാനത്തിൻ്റെ ഗുണദോഷങ്ങൾ നോക്കിയിട്ടാണ്, അല്ലാതെ എത്ര വോട്ട് കിട്ടുന്ന നോക്കിയിട്ട് ആയിരിക്കാൻ പാടില്ല. അത് രാഷ്ട്രീയക്കാർ നോക്കിക്കോട്ടെ. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം തോന്നിയ ഒരു പണ്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഹേമ കമ്മിറ്റി അതിൻ്റെ ഒരു അവസാനത്തെ ലാസ്റ്റ് സ്ട്രോ ഓൺ ദ കാമൻസ് ബാക്ക്. വേറൊരു കമൻ്റ് ഇട്ടുണ്ട്, മോഹൻലാൽ യൂണിഫോമിലും കുറേ ആൾക്കാർ കൊണ്ടുകൊണ്ട്. അതൊന്നും ശരിയല്ല. ഹായ് എവരിവൺ, വെൽക്കം ടു ദി മാട്ര ഷോ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്, ശ്രീ MP ജോസഫ് IAS. സർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. സർ, അപ്പോൾ ഞാൻ ആക്ച്വലി സാറിനെ കോൾ ചെയ്യുമ്പോൾ സാർ ബ്രസീലിലാണ്. അതെ, സാറിൻ്റെ 100ാമത്തെ ട്രിപ്പ്. 100ാമത്തെ രാജ്യം അത് അന്റാർട്ടിക്കയാണ്. രാജ്യം ബ്രസീൽ 101ാമത്തെയാണോ 102ാമത്തെ. ഓക്കെ ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പൊക്കെ? ട്രിപ്പ് 1 മാസത്തോളം ഉണ്ടായിരുന്നു. അന്റാർട്ടിക്ക 7ാമത്തെ ഭൂഖണ്ഡമാണ് ഞാൻ സന്ദർശിക്കുന്നത്. 100ാമത്തെ രാജ്യം. വളരെ തണുപ്പൊക്കെ ആയിരുന്നു. ഞാൻ അവിടെ ചെല്ലുമ്പോഴേക്കും എനിക്ക് കുറച്ച് പനിയൊക്കെ പിടിച്ചിരുന്നു. അതുകൊണ്ട് ആ വീഡിയോ ഞാൻ അവിടെ നിന്ന് അയച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിറച്ച് എന്നെ കണ്ട മനസ്സിലാകാത്ത രീതിയിലൊക്കെ ആണ്. പക്ഷേ 100 രാജ്യങ്ങൾ സന്ദർശിച്ചതിൻ്റെയും 7 ഭൂഖണ്ഡങ്ങൾ സന്ദർശിച്ചതിൻ്റെയും ഒരു ആത്മാഭിമാനം തീർച്ചയായിട്ടും ഉണ്ട്. സർ, അത് ഒഫീഷ്യൽ ട്രിപ്പായിരുന്നു? അല്ലല്ല, ഞാൻ സ്വന്തമായിട്ട്. അതെ, പണ്ട് ഞാൻ ഒഫീഷ്യൽ ട്രിപ്പ് കുറച്ചൊക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പൊക്കെ സ്വന്തം കൈതല ചെലവുകളാണ്, ട്രിപ്പുകളാണ്. ഓക്കെ സർ, ഞാൻ സോഷ്യൽ മീഡിയ നോക്കിയപ്പോഴത്തേക്ക് അതിനകത്തൊരു ഫോട്ടോ ലാൽ ജോസ് സാറുമായിട്ട് ഒരു ഫോട്ടോ ഒക്കെ, അതൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടതാണോ അവിടെ? അതെ, ഞാൻ ഈ 100ാമത്തെ രാജ്യം ഏത് വേണമെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ചൈനയിൽ പോയിട്ടില്ല. അപ്പോൾ ചൈന പോയാലോ, റഷ്യയിൽ പോയിട്ടില്ല, വലിയ രാജ്യങ്ങളിലൊന്നും പോയിട്ടില്ല, ജപ്പാനിൽ പോയിട്ടില്ല. അപ്പോൾ ഇതിലത്തെ ഏതെങ്കിലും വേണോ അതോ സൗത്ത് ആഫ്രിക്ക വേണമെന്നൊക്കെ ആലോചിക്കുമ്പോഴാണ് ഈ ലാൽ ജോസിൻ്റെ ഒരു വീഡിയോ കാണുന്നത്, അന്റാർട്ടിക്കയിൽ പോകണമെന്ന്. അത് കണ്ടോടുകൂടി എൻ്റെ തീരുമാനം അപ്പം തന്നെ എടുത്തു, 100ാമത്തെ രാജ്യം അന്റാർട്ടിക്ക തന്നെ ആകട്ടെ എന്ന്. അങ്ങനെയാണ്. ലാൽ ജോസ് ആയിരുന്നു പ്രചോദനം. ഓക്കെ. വേറെ അങ്ങനെ ആരെങ്കിലും ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് അങ്ങനെ കണ്ട് അവിടെ വെച്ച് പരിചയം അങ്ങനെ എന്തെങ്കിലും വന്നോ? ഇല്ല, ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് ലാൽ ജോസ് മാത്രമേ ഉണ്ടായിരുന്നു. ഓക്കെ, ഫിലിം ഇൻഡസ്ട്രി കുറച്ച് പേരൊക്കെ അറിയാം, പക്ഷെ അത് വേറെ. സാർ, നമ്മളുടെ നാട്ടിലിപ്പോൾ കണ്ടുവരുന്നൊരു ട്രെൻഡാണ്. അതായത് എങ്ങനെയെങ്കിലും ഒരു ഡിഗ്രി തട്ടിക്കൂട്ടുക, അത് കഴിഞ്ഞിട്ട് വിദേശത്ത് ഹയർ സ്റ്റഡീസ്. അപ്പോൾ ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു രീതിയാണ്. എഡ്യൂക്കേഷന് പ്രയോറിറ്റി കൊടുക്കാതെ ജോബ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് വിദേശത്തേക്ക് പോകണം. ഇപ്പോൾ സാറാണെങ്കിലും സാറിൻ്റെ ഹയർ സ്റ്റഡീസ് സാറ് വിദേശത്ത് MSc ചെയ്യാനായിട്ട് മാഞ്ചസ്റ്റർ. ഓക്കെ, അപ്പോൾ അങ്ങനെ പോയി. അപ്പോൾ നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഇത്തരത്തിലുള്ളൊരു സപ്പോർട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ക്വാളിറ്റി ഡെലിവറി ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് സാറിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? പണ്ട് കാലങ്ങളിൽ ചിലപ്പോൾ ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ നമ്മളിവിടെ പല യൂണിവേഴ്സിറ്റികളുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ വഴിയുള്ള ഒരു കുത്തൊഴുക്ക്, സാർ എന്താ അതിനെപ്പറ്റി? എൻ്റെ കാര്യത്തിൽ എൻ്റെ ആദ്യത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി MSc ഫിസിക്സ് ആയിരുന്നു, സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് IAS കിട്ടിയതിന് ശേഷമാണ് പിന്നീട് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിൽ മാഞ്ചസ്റ്ററിൽ പോയത്. അതുകൊണ്ട് അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് എൻ്റെ 2ാമത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന പോലെ, സെബിൻ പറയുന്ന പോലെ ഒരു കുത്തൊഴുക്ക് തന്നെയാണ്. നമ്മുടെ നാട് വിടാനുള്ള വ്യഗ്രത പല കാരണങ്ങളും അതിനകത്തുണ്ട്. ഒന്ന്, ഇവിടെ ജോലി കിട്ടുന്നില്ല. ജോലി കിട്ടുന്നുണ്ട്, പക്ഷെ നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിലുള്ള ശമ്പളവും ഉള്ള ജോലി കിട്ടുന്നില്ല. അത് ഒരു കാര്യം. 2, ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗത്തുള്ള തകർച്ച, പ്രത്യേകിച്ച് ഇപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ കുറേയൊക്കെ മെച്ചപ്പെട്ട് വരുന്നുണ്ടെങ്കിലും ഉന്നത വിദ്യാഭ്യാസത്തിന് തീർച്ചയായിട്ടും ഒരു തകർച്ച കുറേ കാലമായിട്ട് അനുഭവപ്പെട്ട് വരുന്നുണ്ട്. എഡ്യൂക്കേഷൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ തർക്കങ്ങളും പിന്നെ അതിൻ്റെ നിലവാരത്തിൻ്റെ വീഴ്ചകളും ഒരുപാട്. അതുകൊണ്ട് ഇപ്പോൾ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് മാഞ്ചസ്റ്ററിൽ പോയിട്ടാണ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ MSc ഫിസിക്സ് ഡിഗ്രിയിൽ 2nd റാങ്കോ മറ്റോ എനിക്ക് കിട്ടിയിരുന്നു. BSc ഫിസിക്സ് എടുത്ത് തേവരയെന്നാണ്, അവിടെയും 2nd or 3rd റാങ്കോ അന്നത്തെ കേരള യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിരുന്നു, അത് കിട്ടിയിരുന്നു. പക്ഷേ IAS ഞാൻ ഫിസിക്സ് എഴുതി, നമുക്ക് സബ്ജക്ട്സ് എടുക്കണമല്ലോ. എനിക്ക് ആദ്യം IAS എഴുതിയപ്പോൾ കിട്ടാതെ പോയത്, എനിക്ക് IPS ആണ് കിട്ടിയത്, റാങ്ക് കുറഞ്ഞതുകൊണ്ട്. IAS കിട്ടാതെ പോയത് ഫിസിക്സിൽ എനിക്ക് കിട്ടിയ മാർക്കിൻ്റെ കുറവാണ്. 200 എനിക്ക് ലോവർ പേപ്പറിൽ ഏതാണ്ട് 60 or 70 മാർക്ക്, ഹയർ പേപ്പറിലും അത് തന്നെയാണ്. അപ്പോൾ ആ പഠിപ്പിക്കുന്ന രീതി, IAS അവർ കൂടുതൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് എത്ര അറിവുണ്ട്,
അറിവ് എങ്ങനെ പ്രായോഗികമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു പരീക്ഷണമാണ് അവിടെ നടക്കുന്നത്. നമ്മൾ ഈ ഒരു പരീക്ഷ പാസ്സാവാൻ വേണ്ടിയിട്ട് പഠിക്കുന്നത് കൊണ്ട്, ആ രീതിയിൽ പഠിക്കാത്തത് കൊണ്ട് ആണ് മറ്റുള്ള ഞാൻ പിന്നീട് രണ്ടാമത്തെ തവണ എഴുതിയപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് പുതിയ വിഷയമാണ് എനിക്ക്. ഞാനതെടുത്തപ്പോൾ എനിക്ക് ഏതാണ്ട് 140 150 മാർക്ക് കിട്ടി 200. പിന്നെ ഇൻ്റർനാഷണൽ റിലേഷൻസ് എടുത്തപ്പോൾ അതിനകത്ത് എനിക്ക് ഏതാണ്ട് അതേപോലെ അതിലും കൂടുതൽ കിട്ടി, 160 മാർക്ക് കിട്ടി 200. അപ്പോൾ പഠിപ്പിക്കുന്ന രീതി ഒരു വ്യതിയാനം ഇതുവരെ വന്നിട്ടില്ല. അത് മാഞ്ചസ്റ്ററിൽ പോയപ്പോഴാണ് പഠിക്കുകയാണ് നമ്മൾ, പഠിപ്പിക്കുകയല്ലായിരുന്നു. ആ ഒരു വ്യത്യാസം കാണാൻ സാധിച്ചത്. അതിപ്പോഴും നിലവിലുണ്ട്. ഇപ്പം മറ്റുള്ള പല കാരണങ്ങൾ കൊണ്ടും അന്നത്തെ നിലവാരം പോലും ഇന്നും നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസത്തിലില്ല. അപ്പോൾ അതൊന്ന്. പിന്നെ രണ്ടാമത് ജോലിക്ക് വേണ്ടിയാണ് ഇത്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ട് പോവുകയാണെങ്കിലും അവിടെ പോകുന്നതിൻ്റെ ശരിക്കുള്ള ഉദ്ദേശം ജോലിയാണ്. ഒരു നല്ല ജീവിക്കാനുള്ള സംവിധാനങ്ങൾ, നല്ല റോഡുകൾ, നല്ല ബസ് സർവീസ്, എല്ലാം മൊത്തത്തിലുള്ള ആണ് അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ചെറുപ്പക്കാരൊക്കെ. ഞാൻ കഴിഞ്ഞ തവണ കുറച്ച് കാലം മുമ്പ് ഒരു കൊല്ലം തൊടുപുഴ ജില്ലയിലെ വാഴക്കുള അല്ല വേറെ എവിടെ പോയപ്പോൾ അവിടുത്തെ വികാരി അച്ഛൻ പറയായിരുന്നു, അവിടെ ഗ്രാമത്തിൽ പിള്ളേരൊന്നുമില്ല, ചെറുപ്പക്കാരൊന്നുമില്ല, എല്ലാ വയസ്സന്മാരും വയസ്സുകളും മാത്രമേ ഉള്ളൂ. അത് വലിയൊരു നിർഭയം ആയിട്ടുള്ള ഒരു സാഹചര്യമാണ്. അപ്പോൾ അവരെ തെറ്റ് പറയാനും പറ്റത്തില്ല. കാര്യം അവർക്ക് നല്ലൊരു ഫ്യൂച്ചർ വേണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അബ്രോഡ് പോയാലേ പറ്റൂ എന്നുള്ളൊരു സിറ്റുവേഷനാണ്. തെറ്റ് നമ്മളെയൊക്കെ പറയണം. അതെ, നമുക്കൊക്കെ സംവിധാനം വിദ്യാഭ്യാസ രംഗത്ത് നൽകാൻ സാധിക്കാത്തത് നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ നമ്മളെല്ലാവരും ഉൾപ്പെടുന്ന സമൂഹത്തിൻ്റെ തെറ്റാണ്. അത് പോകുന്ന കുട്ടീനെ അങ്ങനെ തെറ്റ് പറയാൻ പറ്റും? നമ്മളെല്ലാവരും നമുക്ക് നല്ലൊരു ലക്ഷ്യഭാവി വേണമെന്ന് വിചാരിച്ചല്ലേ പോകുക. അവർ നമുക്ക് ഒരിക്കലും തെറ്റ് പറയാൻ സാധിക്കും. വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ഡൗട്ട്, അതായത് നമുക്കിപ്പോൾ ഒരു ചെറുപ്പം IAS അല്ലെങ്കിൽ IPS നമുക്ക് ഒരു കോൺസ്റ്റബിൾ ലെവലിൽ കയറാനാണെങ്കിൽ എല്ലാത്തിനും ഒരു മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അതിലൊരു ടെസ്റ്റ് പാസ്സായിട്ടാണ് നമ്മൾ ആ ഒരു സെക്ഷനിലോട്ട് കയറുക. പക്ഷെ ഒരു പാർട്ടി മെമ്പർഷിപ്പ് അല്ലെങ്കിൽ ഒരു വാർഡ് മെമ്പർ അങ്ങനെയൊക്കെ ഉള്ളൊരു സ്റ്റേറ്റിലോട്ട് കയറണം എന്നുണ്ടെങ്കിൽ ഒരു പരിധിയോ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോ ടെസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്തിനാ വാർഡ് മെമ്പറിലേക്ക് പോകുന്ന? പ്രധാനമന്ത്രിക്ക് ക്വാളിഫിക്കേഷൻ വേണ്ട, ഒരു വാർഡ് മെമ്പറിനെ എന്തിനും കുറ്റം പറയാം. ഞാൻ അത് പൊതുവിലെ പറയുന്നല്ലോ, ഒരു പ്രത്യേക പ്രധാനമന്ത്രി അടുത്ത് പറയുന്നതല്ല. രാഷ്ട്രീയത്തിൽ പക്ഷേ അത് ഒരു ജനാധിപത്യൻ്റെ സംവിധാനത്തിൻ്റെ ഒരു ഭാഗമാണ്. നമുക്ക് ജനാധിപത്യ സംവിധാനത്തിൽ ഇത്രയും പഠിപ്പ് വേണം, ഇത്രയും പണം വേണം, ഇത്ര ഭൂമി വേണമെന്ന് പറഞ്ഞാൽ അത് പുറകോട്ടാണ് പോക്ക്. പക്ഷേ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ളൊരു എന്താ പറയുക, ഒരു ജനങ്ങളെ നയിക്കാനായിട്ട് ഒരാൾ വരുമ്പോൾ അവർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരിക എന്നുള്ളൊരു സിസ്റ്റം പണ്ട് മുതലേ ഉണ്ട്. സെബിൻ, അവിടുത്തെ ഒരു വ്യത്യാസം, അവിടെയും ഇങ്ങനെ ക്വാളിഫിക്കേഷനൊന്നുമില്ല. നിങ്ങൾ SSLC പാസ്സായിരിക്കണം അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ആയിരിക്കുന്ന ക്വാളിഫിക്കേഷനൊന്നുമില്ല. പക്ഷേ പ്രബുദ്ധരായ വോട്ടർമാർ അങ്ങനത്തെ ആൾക്കാരെ നോക്കി എടുക്കുകയുള്ളൂ. നമുക്ക് ആ പ്രബുദ്ധത ഇതുവരെയ്ക്ക് കേരളത്തിൽ പോലും എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഡോക്ടർ ശശി തരൂർ, അദ്ദേഹത്തിൻ്റെ അത്ര വിദ്യാഭ്യാസവും അത്ര പഠിപ്പും അത്ര കഴിവും അത്ര സംസാരിക്കാനുള്ള ഇംഗ്ലീഷിലും ഒക്കെ സംസാരിക്കാനുള്ള കഴിവുള്ളവർ അപൂർവമാണ് ഇന്ത്യയിൽ. അപൂർവമല്ല, ആരുമില്ല. പക്ഷേ അദ്ദേഹം എത്തേണ്ടടുത്തൊന്നും എത്തിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. അദ്ദേഹത്തിന് രാഷ്ട്രീയ രംഗത്ത് നിന്ന് കഴിവതും മാറ്റി നിർത്താൻ ഉള്ള ഒരു പ്രവണതയാണ് കാണാൻ സാധിക്കുന്നത്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ. തീർച്ചയായും. അപ്പം അതിൻ്റെ ഉത്തരവാദിത്തം നമ്മൾ ഭരണഘടനയ്ക്ക് കൊടുത്തിട്ട് കാര്യമില്ല. വോട്ട് ചെയ്യുന്ന നമ്മൾ നമ്മളിലേക്ക് തന്നെയാണ് തിരിച്ചു വരുന്നത്. അതെ, തീർച്ചയായിട്ടും. ഒരു ജനാധിപത്യ രംഗത്ത് മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ ഒരു ചൊല്ലുണ്ടല്ലോ, തഥാ പ്രജ വൈസേ രാജ. മറിച്ചാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഒരു ജനാധിപത്യത്തിൽ തഥാ പ്രഭ വൈസേ രാജ. നമ്മളെങ്ങനെ വോട്ട് ചെയ്യുന്നു അതേപോലത്തെ രാജാവിനെ നമുക്ക് കിട്ടുന്നു. ഉള്ളതിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്യാനല്ലേ നമുക്കും പറ്റുള്ളൂ. അപ്പോൾ വരുന്നതെല്ലാം ഈ പറയുന്ന പോലെ എല്ലാ എഡ്യൂക്കേറ്റഡോ അല്ലെങ്കിൽ എല്ലാം ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാകാതെ വരുമ്പോൾ ഉള്ളതിൽ ഭേദം എന്നുള്ള രീതിയിലായിരിക്കും മേ ബി ആൾക്കാർക്ക് സെലക്ട് ചെയ്യേണ്ടി വരിക. ഉള്ളതിൽ ജിഞ്ചു നിന്നിട്ടുണ്ട്, ലക്ഷ്മി. ഉള്ളവർ നിൽക്കുന്നില്ല, സെബിൻ നിന്നിട്ട്. അതെ, കഴിവുള്ളവർക്ക് ഇവിടെ നിൽക്കുന്ന ആ രണ്ട് വിഷ്ണുമാരുണ്ട്, ആളുകൾ നിന്നിട്ടുണ്ടോ? പിന്നെ അവരെ കുറ്റം പറയട്ടെ, മറ്റുള്ളവർ വോട്ട് ചെയ്യുന്നവരെ കുറ്റം പറയട്ടെ. വരി നിൽക്കൂ, ജിഞ്ചു നിൽക്കൂ, ഞാൻ സപ്പോർട്ട് ചെയ്യാം. അതെ, ഭാവിയിൽ ഞാനൊരു ഹെച്ചരിക്കാൻ മാത്രമല്ല, പീപ്പിൾ ലൈക്ക് യു ഷുഡ് കം ഇൻ ടു പോളിറ്റിക്സ്. എന്നാലേ നമ്മളിവിടെ എന്ത് കുറ്റം പറഞ്ഞിട്ട് കഴിച്ചിട്ടോ. പക്ഷെ അതിനും ഒരു പിന്തുണ വേണമെന്ന് തോന്നുന്നു. പിന്തുണ ബുദ്ധിമുട്ടാണ്. പുതിയ എന്താ പറയുക, സിനിമയിൽ നമ്മൾ പുതുമുഖം എന്ന് പറയില്ലേ, ഒരു പുതുമുഖം രാഷ്ട്രീയ രംഗത്ത് വന്നാൽ അതിനകത്തുള്ളവർ, അത് എല്ലായിടത്തും അങ്ങനെയാണ്, അവർ എങ്ങനെ തള്ളി മാറ്റാൻ ശ്രമിക്കുമോ അത് 100%
അത് തള്ളി മാറ്റാൻ ശ്രമിക്കും. ഒരു പുതിയ ആൾ കയറി വരുന്നതായിരിക്കും താല്പര്യമില്ല. അതെന്ത് തീർച്ചയായിട്ടും ഇപ്പോൾ IASൽ ലാറ്ററൽ എൻട്രി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ബിസിനസ് രംഗത്ത് മാനേജേഴ്സ് ആയിരിക്കുന്നവരെ 5-8 കൊല്ലം കഴിയുമ്പോൾ ജോയിൻറ്റ് സെക്രട്ടറിയിലേക്ക് കൊണ്ടുവരുന്നു. ഞങ്ങളൊക്കെ ഒരു വിരോധമാണ്. കാരണം ഞങ്ങൾ ഈ പാടുപെട്ട് പഠിച്ച് ഇതായതിനു ശേഷം അതേപോലെ അത് എല്ലാ രംഗത്തും രാഷ്ട്രീയ രംഗത്ത് പ്രത്യേകിച്ച് അതുണ്ട്. പക്ഷെ അത് തരണം ചെയ്യാൻ സാധിക്കണം. അപ്പം ഞാൻ രാഷ്ട്രീയ രംഗത്ത് വന്നിട്ട് എനിക്കറിയാം ഞാൻ വരുന്നത് എന്താണ് കുറേ കാലങ്ങളായിട്ട് മുദ്രാവാക്യം വിളിച്ച് ത്യാഗം ചെയ്ത് അതിനകത്ത് പ്രവർത്തിക്കുന്ന പലർക്കും അതൊരു ഞങ്ങളൊക്കെ ഒത്തിരി ആയില്ലേ ഇദ്ദേഹം കണ്ട IAS കിട്ടി, പിന്നെ UN പോയി, പിന്നെ മറ്റത് മറിച്ചായിട്ട് വന്നിട്ട് ഇപ്പോൾ ഇവിടെ MLA ആവാൻ നോക്കുന്നു, മന്ത്രിയാകാൻ നോക്കുന്നു എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമാണ്. ഒരു മനുഷ്യൻ്റെ ഒരു രീതി അത് തന്നെയാണ്. പക്ഷെ അത് തരണം ചെയ്യാനായിട്ട് നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർക്ക് കഴിയുന്നു. അതിന് നമ്മൾ തയ്യാറല്ല, വർത്തമാനം പറയുന്നേ ഉള്ളൂ. അതെ, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ബാക്ക് ഫയർ ആണ് ചെയ്യുന്നത്. ഇപ്പോൾ അവരെല്ലാം സ്വതന്ത്രമായിട്ട് നിൽക്കാൻ ഞാൻ കേരളത്തിൽ വലിയ കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ അത്രയും ഇപ്പോൾ മമ്മൂട്ടിയൊക്കെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്നാൽ ചിലപ്പോൾ ജയിക്കും, ചിലപ്പോൾ തോൽക്കും. നമ്മളൊക്കെ സ്വതന്ത്ര സ്ഥാനാർത്ഥി. ഇവിടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചറുണ്ട്, അത് വളരെ കൃത്യമായിട്ടൊരു സ്ട്രക്ചറാണ്. ഒരു IAS ഹൈറാർക്കി അല്ലെങ്കിൽ സർക്കാർ ഹൈറാർക്കിയേക്കാളും ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന അത് ഏത് പാർട്ടി ആയിക്കോട്ടെ. ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ആണെങ്കിൽ ബ്രാഞ്ച് കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, സ്റ്റേറ്റ് കമ്മിറ്റി, പിന്നെ നാഷണൽ കമ്മിറ്റി, വളരെ കൃത്യമായ സ്ട്രക്ചറുണ്ട്. കോൺഗ്രസിനുമുണ്ട്, എല്ലാ പാർട്ടികൾക്കും ഉണ്ട്. അപ്പോൾ അതിനകത്തൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്ന സ്റ്റാറ്റ്സ് ഒന്നും കുറവാണ്. ഇപ്പോൾ ഒരു പാർട്ടി ഇത് ചേരേണ്ടി വരും. നിങ്ങളുടെ അഭിലാഷം അനുസരിച്ച് സെബിനൊരു മന്ത്രിയൊക്കെ ആയിട്ട് വരട്ടെ, ആശംസിക്കും. ഇത് ചുരുക്കി കാണിക്കാനെന്നുണ്ട്. അല്ല ജിഞ്ചു തീർച്ചയായിട്ടും ഇവിടെ നമ്മുടെ സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ കുറവാണ്. ഇവിടെ ഉമാ തോമസ് ഇപ്പോൾ ഇവിടെ MLA ആണ്. പിന്നെ അങ്ങനെ വളരെ ചുരുക്കല്ലേ ഉള്ളൂ. കം ആൻഡ് പ്ലീസ് ജോയിൻ ദ പാർട്ടി. ഇന്ന പാർട്ടിന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, ഞാനും അതിന് ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തത് ഞാൻ മെമ്പർഷിപ്പ് പോലും വേണ്ട ഇപ്പോഴേ വേണ്ട. ഇത് കുറച്ച് ഇതൊന്നും മീഡിയം ഞാൻ ചിലപ്പോൾ ഇതുവഴി നല്ലൊരു ഫേമസ് ചിലപ്പോൾ ഞാൻ പേരൊക്കെ ആയതിനു ശേഷം ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ എനിക്കൊരു മാഡ്പ്ര അല്ലേ, മാഡ്പ്ര ശരിയാ. അതിനുശേഷം ചേർന്ന നല്ല ഭാവി വട്ട എനിക്ക് ചിലപ്പോൾ വോട്ട് കിട്ടും. മമ്മൂട്ടിയൊക്കെ കയറുമ്പോൾ ആൾക്കാർക്കൊരു ഫെമിലിയർ ഫേസ് ആണല്ലോ. അപ്പോൾ അതുപോലെ ഞാനൊരു ഫെമിലിയർ ഫേസ് ആകുമ്പോൾ മാഡ്പ്രയ്ക്ക് വേണ്ടിയിട്ട് വേണമെന്നില്ല. ജിഞ്ചുൻ്റെ ഫേസിന് ഇപ്പോൾ ഒരു കുഴപ്പമില്ല, നന്നായിട്ട് വോട്ട് കിട്ടിക്കോളും. ഓക്കെ, അപ്പോൾ ഫിലിമിൻ്റെ കാര്യം ഇപ്പോൾ മമ്മൂട്ടി സാർ എന്ന് പറഞ്ഞപ്പോൾ അതായത് നമുക്കിപ്പോൾ ഫിലിമിലാണെങ്കിൽ പോലും കണ്ടുവരുന്ന ഒരു ചെറിയൊരു രീതി കാണുന്നതാണ്. ഇപ്പം ഒരു കതറിട്ട ഒരാൾ, മേ ബി അതൊരു ലൈക്ക് എന്താ വാർഡ് മെമ്പറോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലും ഒരു കതറിട്ട ഒരാൾ വരികയാണ്. നമ്മൾ സാർ ഇപ്പോൾ IAS IPS എല്ലാം മുതിർന്ന ആ രീതിയിൽ പഠിച്ച് വാങ്ങിയൊരു പൊസിഷനിൽ നിൽക്കുമ്പോൾ നമ്മൾ കറക്റ്റായ ഒരു നിലപാടെടുക്കുന്ന ടൈമിൽ ഇങ്ങനെ ഒരാൾ വന്നിട്ട് അയാളുടെ ഒരു നിയമ ചേഞ്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സാറിന് അത് അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്? അത് ഈ പറയുന്ന പോലെ ഞങ്ങളുടെ IASലും മറ്റ് പല രംഗങ്ങളിലും ഔദ്യോഗിക രംഗത്തൊക്കെ 1-2 കൊല്ലത്തിനുള്ളിൽ നമ്മുടെ ഒരു എന്താ പറയുക ഒരു റെപ്യൂട്ടേഷൻ ജനത്തിന് മനസ്സിലാകും. ജോസഫിൻ്റെ അടുത്ത് പോയ കാര്യമൊന്നുമില്ല, അത് വേറെ വല്ല വഴിക്ക് നോക്കിയാന്നല്ലായിരുന്നു. അല്ലെങ്കിൽ സെബിൻ്റെ അടുത്ത് പോയ കാര്യമില്ല, വിഷ്ണുവിൻ്റെ അടുത്ത് പോയ കാര്യമില്ല എന്നൊക്കെ ഒരു ജനത്തിൻ്റെ ഇടയിൽ വരും. അപ്പോൾ അതിനടുത്ത് വരില്ല. ആദ്യമൊക്കെ ട്രൈ ചെയ്യും കേട്ടോ, ഒന്ന് പുഷ് ചെയ്ത് നോക്കും, അത് കിട്ടും ഇത് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രലോഭനങ്ങൾ ധാരാളം ഉണ്ടാകും. പക്ഷേ അത് ഇപ്പോൾ IASൽ മാത്രമല്ല IPSലും എല്ലാ രംഗത്തും അല്ല ഒരു ക്ലറിക്കൽ രംഗത്തും ഇനി ആളുടെ അടുത്ത് പോയാൽ നടന്ന് കിട്ടും എന്നുള്ള ഒരു പൊതു അഭിപ്രായം ഉണ്ടാകും. അപ്പോൾ അത് ആദ്യം തന്നെ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവർത്തനത്തിൽ അങ്ങനത്തെ പ്രലോഭനങ്ങൾ കുറയും, ഇല്ലാതെ ഞാൻ പറയില്ല. പക്ഷെ അതൊക്കെ തള്ളിക്കളയാൻ വളരെ എളുപ്പമാണ്. നോന്ന് പറയാനായിട്ട് അത്രയും ബുദ്ധിമുട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് നോന്ന് പറയാം, സ്വീറ്റായിട്ട് പറയാം, ദേഷ്യപ്പെട്ട് പറയാം, കാടിച്ച് പറയാം. അതെ അതെ. അപ്പോൾ അവരുടെ ഒരു പ്രഷറിലേക്ക് അവർക്ക് പവറുണ്ട്. പിന്നെ അങ്ങനെ ഒരു പവർ ആർക്കും കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു വാർഡ് മെമ്പർക്കോ രാഷ്ട്രീയക്കാരനോ MLAക്കോ മന്ത്രിമാർക്കും അറിയാം. അവർക്കറിയാം ഇന്നയാളെ വിളിച്ചാൽ കാര്യം നടക്കും, ഇന്നയാളെ വിളിച്ചാൽ. പാർട്ടിക്കാർക്ക് നന്നായിട്ട് അറിയാം. അവർക്ക് എല്ലാ വ്യക്തികളെയും ഉദ്യോഗസ്ഥന്മാരെയൊക്കെ പഠിക്കുന്നവരാണ്. മാക്സിമം ഇപ്പോൾ ഒരാൾ ജില്ലയിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് മാറ്റുമായിരിക്കും. ഇപ്പോൾ കേരളത്തിലല്ലേ ഉള്ളൂ 600 കിലോമീറ്റർ. മെട്രോ മറ്റല്ല വന്ദേ ഭാരത് വന്നോടുകൂടി 3-4 മണിക്കൂറിനടുത്ത് പോയി വരാം. അപ്പോൾ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് എടുത്ത് അതിൻ്റെ കാര്യങ്ങൾ മാറും. അതുകൊണ്ട് പ്രഷർ എപ്പോഴും ഉണ്ടാവും. എനിക്കൊരു കാര്യം സാധിക്കാൻ വേണ്ടി ഞാൻ തീർച്ചയായിട്ടും 5 പേരെ വിളിക്കും, 10 പേരെ വിളിക്കും. അത് പ്രഷർ നിരസിക്കേണ്ടത് ഇവരൊക്കെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ. പക്ഷെ രാഷ്ട്രീയ രംഗത്ത് മോളി വരണമെങ്കിൽ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് എളുപ്പമാണെന്നാണ്. അല്ല, യു ഗോട്ട് ടു ഹാവ് വെരി ഷാർപ്പ് മൈൻഡ്,
വെരി ഗുഡ് തിങ്കിങ്, അനലിറ്റിക്കൽ, മനുഷ്യ സ്വഭാവം മനസ്സിലാക്കാനായിട്ടുള്ള കഴിവുള്ളവർക്കൊക്കെ രാഷ്ട്രീയത്തിൽ പൊന്തി വരാൻ പറ്റുള്ളൂ. അപ്പോൾ പീപ്പിൾ അറ്റ് ദ ടോപ്പ് ആർ ഹൈലി ഇൻ്റലിജൻറ്റ്, ദേ ആർ അവർ ഒരു ഹ്യൂമൻ ബിഹേവിയർ, മനുഷ്യ രീതികളൊക്കെ പഠിച്ചവരാണ്. ഇതൊക്കെ നന്നായിട്ട് മനസ്സിലാവും. സാറിൻ്റെ കരിയർ സ്കെയിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. സാറിൻ്റെ കരിയർ ജേണി ഗ്രാജുവേഷന് ശേഷം SBI ജോയിൻ ചെയ്യുന്നു, അത് കഴിഞ്ഞ് IPS IAS, പിന്നെ നമ്മൾ UN, അങ്ങനെ ആ ഒരു രാഷ്ട്രീയം. ഓക്കെ. ഈ ഫിലിം മാത്രമേ ബാക്കിയായി. അതെ സ്കോപ്പ് ഉണ്ടെങ്കിൽ പറഞ്ഞു. അതെ മമ്മൂട്ടി കേൾക്കുന്നുണ്ടോ? ഡെഫിനറ്റ്ലി ഇതൊരു മമ്മൂട്ടി അല്ല, ഡയറക്ടർമാർ വലിയൊരു കേക്ക്, ലാൽ ജോസ് കേൾക്കുന്നുണ്ടോ? അപ്പോൾ ഇത്രയും ഒരു വൈഡ് ഡൈവേഴ്സിറ്റി ഓഫ് കരിയേഴ്സ് സാർ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സാറിന് ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയിരിക്കുന്ന ഒരു പ്രൊഫഷൻ പിക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം വലിയ ബുദ്ധിമുട്ടാണ് പറയാനായിട്ട്. സാറ്റിസ്ഫാക്ഷൻ എല്ലായിടത്തും നമുക്ക് കിട്ടാം. ഞാൻ എറണാകുളം കളക്ടറായപ്പോൾ സാറ്റിസ്ഫാക്ഷൻ, ലേബർ കമ്മീഷനായിരുന്നപ്പോൾ എനിക്ക് ആദ്യം വലിയ ദേഷ്യമായിരുന്നു. ആദ്യത്തെ ഒരു വർഷം എന്നുവെച്ചാൽ അല്ല, ജില്ലാ കളക്ടർ എന്ന് പറഞ്ഞാൽ എല്ലാ അധികാരങ്ങളും, ആ കസേരയിൽ ഉള്ള അധികാരങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒരു ഫോൺ കോൾ കൊണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതം ഭേദപ്പെടുത്താം, മോശമാക്കാം. അതിൽ നിന്ന് ലേബർ കമ്മീഷൻ എന്ന് പറഞ്ഞ ഒരു പോസ്റ്റിലേക്ക് യാതൊരു അധികാരമില്ല. നമ്മുടെ ആദ്യത്തെ ഒരു വർഷം ഞാനിത് എങ്ങനെയാണ്, ആ ഒരു മാറ്റം എനിക്ക് ഉൾക്കൊള്ളാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോൾ, ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അധികാരമെന്ന് പറഞ്ഞാൽ കസേരയല്ല, അധികാരമെന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളെങ്ങനെ സ്വാധീനിക്കാൻ കഴിയുമെന്ന്. മഹാത്മാഗാന്ധിക്ക് എന്ത് അധികാരം ഉണ്ടായിരുന്നു? ഒരു അധികാരം ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം നാളെ നിങ്ങൾ ജോലി നിർത്തൂ എന്ന് പറഞ്ഞാൽ എല്ലാവരും, അന്ന് സോഫ്റ്റ്വെയർ ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ നിങ്ങളെല്ലാവരും ആ ജോലി നിർത്തി അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോകും. സ്വാധീനമാണ് അധികാരം, അല്ലാതെ നിയമത്തിൽ എഴുതി വെച്ച അധികാരം ഉണ്ടോ ഇല്ല എന്ന് ഞാൻ പറയും. അത് ആ അധികാരത്തിൽ പരിമിതികളുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ ആശയങ്ങൾ കൊണ്ട്, നമ്മുടെ സംസാരം കൊണ്ട്, നമ്മുടെ രീതികൾ കൊണ്ട്, നമ്മുടെ നടപ്പ് കൊണ്ട് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിഞ്ഞാൽ അതിലും വലിയ അധികാരം ലോകത്തിലൊന്നുമില്ല. അത് നല്ലതിന് ഉപയോഗിക്കുക. മഹാത്മാഗാന്ധിയൊക്കെ നല്ലതിന് ഉപയോഗിച്ചു, ഹിറ്റ്ലറൊക്കെ അത് മോശത്തിന് ഉപയോഗിച്ചു. ഹിറ്റ്ലർ പക്ഷേ സ്വാധീനിച്ചത് തോക്കുകൊണ്ടാണ്. മഹാത്മാഗാന്ധി സ്വാധീനിച്ചത് തൻ്റെ പ്രവർത്തനം കൊണ്ട്, തൻ്റെ രീതി കൊണ്ട്, തൻ്റെ ആശയങ്ങൾ കൊണ്ട്. അപ്പോൾ ആ സ്വാധീനിക്കാൻ കഴിയുന്ന, അതാണ് ഏറ്റവും വലിയ. ഹാൻസ് മർഗന്തു എന്ന് പറഞ്ഞ ഒരു ഞാൻ ഇൻ്റർനാഷണൽ റിലേഷൻസ് പഠിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം വായിച്ചു. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നത് വാട്ട് ഈസ് പവർ എന്നുള്ളൊരു ചോദ്യം. അധികാരം എന്താണ്? പവർ ഈസ് ദി എബിലിറ്റി ടു ഇൻഫ്ലുവൻസ് പീപ്പിൾ. മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിയുന്നതാണ് അധികാരം. അധികാരം നല്ലതിനും ഉപയോഗിക്കാം, മോശത്തിനും ഉപയോഗിക്കാം. പക്ഷേ ഈ അധികാരം, സ്വാധീനം പല രീതിയിലാവും. തോക്ക് ഉപയോഗിച്ച് നിങ്ങൾ പണം തന്നില്ലെങ്കിൽ ഞാൻ കൊല്ലുമെന്ന് പറയുന്നത് സ്വാധീനമാണ്. പക്ഷേ അല്ല, നിങ്ങൾ പണം കൊടുക്കുക, അയാൾ പാവപ്പെട്ടവനാണ്, ഒരു വീടിന് നിങ്ങൾ 2000 രൂപ കൊടുത്താൽ തെറ്റില്ല എന്ന് പറയുന്നതും സ്വാധീനമാണ്. അപ്പോൾ ആ രീതിയിലുള്ള സ്വാധീനമാണ് ലേബർ കമ്മീഷനായിരുന്ന കാലത്ത് ഞാൻ പഠിച്ചത്. അപ്പോൾ സാർ 23-ാമത്തെ വയസ്സിലല്ലേ IAS എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ കയറുന്നത്? അപ്പോൾ എൻ്റെ വയസ്സ് ചോദിക്കരുത്. ഇല്ല, ഇപ്പോഴത്തെ വയസ്സ് ഇത് ഇല്ല, അത് ഈ ഇന്ത്യൻ ശിക്ഷാ നിയമം വകുപ്പ് 362 ABCD നിങ്ങൾ അറസ്റ്റ് ചെയ്യും. വയസ്സ് ഒരു നമ്പർ മാത്രമാണ്. ഞങ്ങൾക്ക് ആർക്കും അത് പറയാനും ഇഷ്ടം. ഞാൻ ചോദിച്ചു ഇപ്പോഴും ചോദിക്കും. ഇല്ല ചോദിക്കില്ല, അങ്ങോട്ട് ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. എൻ്റെ മുടിയൊന്നും കറുത്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സെബിൻ്റെ കറുത്ത വെളുത്ത് പോയിട്ടുണ്ട്. അല്ല, എൻ്റെ മുടി വെളുത്തിട്ടില്ല, നരച്ചിട്ടില്ല. സെബിൻ്റെ എല്ലാം നരച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ തമ്മിൽ വയസ്സൊക്കെ പ്രസക്തിയില്ലേ. പിന്നെ ഇന്ത്യൻ എന്താണ് ഔദ്യോഗിക രഹസ്യ നിയമം അനുസരിച്ച് അറസ്റ്റ് ചെയ്യപ്പെടും. അറസ്റ്റ് ചെയ്യപ്പെടുമല്ലേ? ചോദിക്കുന്ന ആൾക്കും പറയുന്നത്. അയ്യോ, ഓക്കെ. അപ്പോൾ 23-ാമത്തെ വയസ്സിൽ സാർ IAS പൊസിഷനിൽ ഞാൻ അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യായിരിക്കും കേട്ടോ. ഇല്ല, അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തില്ല. അതായത് ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ 23-ാമത്തെ വയസ്സിൽ ഞങ്ങളെപ്പോഴും ഫിലിം കണ്ടു നടക്കുക, അല്ലെങ്കിൽ വലുതായിട്ട് ഒരു കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് ചിന്തിച്ച് തുടങ്ങിയ ഒരു ടൈം ആയിട്ടില്ല എന്നാണ്. ഇപ്പോഴത്തെ കുട്ടികളും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഒരു പൊസിഷനിൽ കയറി ആ സമയത്ത് ഒരുപാട് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. സാറിന് എന്തെങ്കിലും തെറ്റ് പറ്റി, അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്ത ഡിസിഷൻ റോങ് ആയിപ്പോയി, ആ ഒരു ഏജിൽ ഞാൻ പിന്നെ ആലോചിച്ചപ്പോൾ ആ സമയത്ത് കുറച്ചുകൂടെ നല്ലൊരു ഡിസിഷൻ എടുക്കായിരുന്നു എന്ന് തോന്നിയ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട്. അത് എറണാകുളത്ത് കളക്ടർ ആയിരുന്ന കാലത്ത് ഞാനൊരു എന്താ പറയുക, ഒരു കർശന നിയമപാലകനായിരുന്നു. അതുകൊണ്ട് ഈ ടാക്സ്, റവന്യൂ റിക്കവറി പ്രകാരമൊക്കെ വളരെ സ്ട്രിക്റ്റായിട്ട് സർക്കാരിന് കിട്ടേണ്ട പണം സർക്കാരിന് കിട്ടണമെന്നുള്ളൊരു, അന്നത്തെ ചെറുപ്പത്തിൻ്റെ ഒരു ചൂടൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെ വളരെ സ്ട്രിക്റ്റായിട്ട് റവന്യൂ റിക്കവറിയിലൊക്കെ ഇടപെടാറുണ്ടായിരുന്നു. ഒട്ടും വിട്ടുവീഴ്ച കൊടുക്കാറില്ല. പിന്നെ എൻ്റെ ഇതായി അറിയുന്നത് കൊണ്ട് മുഖ്യമന്ത്രി അന്ന് കരുണാകരൻ സാറായിരുന്നു. അദ്ദേഹം പോലും
അധികം ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇൻ്റർഫിയർ ചെയ്യില്ല. കാരണം അത് പക്ഷെ ഒരു കേസിൽ മുഴുവനായിട്ട് ഡീറ്റെയിൽസ് ഓർമ്മ വരുന്നില്ല. ഞായറക്കിലോ മറ്റാണെന്ന് തോന്നുന്നു. ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ കുറച്ച് പണമൊക്കെ സർക്കാരിന് കൊടുക്കാനുണ്ടായിരുന്നു, കിട്ടാത്തത് കൊണ്ട് ഞാൻ കർശന നടപടി എടുക്കാനായിട്ട് തഹസിൽദാർക്കൊക്കെ ഉത്തരവ് കൊടുത്തു. തഹസിൽദാർ പോയിട്ട് വീട് ജപ്തി ചെയ്യാനായിട്ട് നോട്ടീസ് മറ്റോ പതിക്കുകയൊക്കെ ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് പത്രത്തിൽ വായിച്ചു. അതന്നെ പിന്നീട് ഇന്നാണ് ഞാൻ ചെയ്യില്ല. അന്ന് ആ ചെറുപ്പത്തിൻ്റെ ഒരു ഓക്കെ. അത് എന്നെ ഒരു കുറേ വിഷമിച്ചൊരു കാര്യമാണ്. പിന്നെയുണ്ട് കാര്യങ്ങൾ, പക്ഷേ ഇത് പ്രത്യേകിച്ച് ചോദിച്ചു. പക്ഷെ നിയമപരമായിട്ട് ചിന്തിക്കുമ്പോൾ അത് തെറ്റാകണം. നിയമപരമായിട്ട് തെറ്റല്ല, പക്ഷേ നിയമത്തിലും ഒരു മനുഷ്യത്വം ഇന്നാണ് ഞാൻ പ്രത്യേകിച്ച് ചെയ്യില്ല. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിലും ഞാൻ അന്നും ചെയ്യില്ലായിരുന്നു. പക്ഷേ ഈ പറയുന്ന പോലെ നമ്മൾ ചിലപ്പോൾ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോഴത് അതേ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കലാശിക്കും എന്നുള്ളത്. പക്ഷെ അതേസമയം വളരെ ഇളവ് കൊടുക്കുന്നതും ഞാൻ വിശ്വസിക്കുന്നില്ല. ചോദിച്ചുകൊണ്ട് പറഞ്ഞത്. സാറ് കൊച്ചിയുടെ കളക്ടറിംഗ് മേയറായിട്ട് വർക്ക് ചെയ്തിരുന്ന വ്യക്തിയാണ്. അപ്പോൾ ആ സമയത്ത് സാറിൻ്റെ അച്ചീവ്മെൻറ്റ്സിൽ പറയാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് ഡ്രെയിനേജ് സിസ്റ്റം, അതുപോലെ തന്നെ നാലുവരിപ്പാത, ഇതെല്ലാം ആ ടൈമിൽ ഡെവലപ്പ് ആയിരിക്കണം. ഇന്നത്തെ കൊച്ചിയിലെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാഫിക് ഒരു മെയിൻ ഇഷ്യൂ ആണ്. അതുപോലെ സീസണലി വരുന്ന ചെറിയ ചെറിയ വെള്ളപ്പൊക്കങ്ങൾ, ഇതെല്ലാം ഈ ഡ്രൈനേജ് സിസ്റ്റമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ അന്നത്തെ ഒരു എന്താ പറയുക ജിയോഗ്രഫിക്കലായിട്ടുള്ള സ്ഥിതിയല്ല ഇന്ന് കൊച്ചിക്ക്. ട്രാഫിക് ആണെങ്കിലും എല്ലാം കൂടി ശരിയാണ്. പക്ഷേ സാറിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഇന്ന് ഇവർ റെഗുലറായിട്ട് ചെയ്തു പോകുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടൊരു സജഷൻ കൊടുക്കാനുണ്ടെങ്കിൽ സാർ എന്ത് പറയും? ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, ഒരുപാട് വ്യത്യസ്ത ഏജൻസികളുണ്ട്. കോർപ്പറേഷനുണ്ട്, കളക്ടറുണ്ട്, പിന്നെ ഇപ്പോൾ GCD ഉണ്ട്, പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റുകളുണ്ട്, കേന്ദ്ര ഗവൺമെൻറ്, കേരള ഗവൺമെൻറ് ഒക്കെ ഒരുപാട് ഏജൻസികൾ. ഇപ്പോൾ ഞാൻ ഏജൻസികളുടെ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാടുണ്ടാവും. അവർ തമ്മിലുള്ളൊരു ഏകീകരണം ആണ് ഏറ്റവും അത്യാവശ്യം. എനിക്കൊരു ഗുണം കിട്ടിയത്, ഞാൻ കളക്ടറായിരുന്നപ്പോൾ മേയറും കൂടി ആയതുകൊണ്ട് 2 സ്ഥാപനങ്ങൾ ഒരുമിച്ച്, ബാക്കിയെല്ലാം ചെറുതായിരുന്നു GCD ഒക്കെ അന്ന്. അപ്പോൾ എറണാകുളത്തെ 2 പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ഒരു വ്യക്തിയുടെ കീഴിൽ വന്നു. ഇതൊക്കെ ഞാൻ ചെയ്തു എന്ന് അവകാശപ്പെടുന്നത് ശരിയല്ല കേട്ടോ. എൻ്റെ കൂടെ നല്ലൊരു ടീമുണ്ടായിരുന്നു. ഏലിയാസ് ജോർജ്, പിന്നെ ഈ മെട്രോ കൊണ്ടുവന്ന ഏലിയാസ് ജോർജ് എൻ്റെ കോർപ്പറേഷൻ്റെ സെക്രട്ടറി ആയിരുന്നു. പിന്നെ ഇതെപ്പോഴത്തെ KJ അബ്രാഹം, മുഖ്യമന്ത്രിയുടെ, അദ്ദേഹം എൻ്റെ സബ് കളക്ടറായിരുന്നു. VJ കുര്യൻ, പിന്നീട് സിയാലൊക്കെ പണിത് ഫേമസ് ആയത്, അദ്ദേഹം എൻ്റെ ഒരു സബ് കളക്ടറായിരുന്നു. പിന്നെ പത്തനംതിട്ടത്തെ ആദ്യത്തെ കളക്ടർ, ശബരിമലയിൽ ഒക്കെ കയറിയ വത്സകുമാരി, എൻ്റെ ഒരു സബ് കളക്ടറായിരുന്നു. അങ്ങനെ ഒരു നല്ല ടീമുണ്ടായിരുന്നു. ഇതൊന്നും ഒറ്റയ്ക്ക് ആർക്കും ചെയ്യാൻ പറ്റില്ല. ആ ടീമൊക്കെ ചെറുപ്പക്കാരായിരുന്നു, അവരൊക്കെ എന്നെക്കാളും ചെറുപ്പമായിരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് അതിനുള്ള ഉന്മേഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഗൈഡൻസ്, ഒരു നിർദ്ദേശം കൊടുത്താൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ ആ ഒരു ഏകീകരണം ഇന്ന് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ തമ്മിലുള്ള ഏകീകരണം വരുന്നില്ല. എല്ലാം അവരുടേതായ ഓരോ സെപ്പറേറ്റ് വ്യത്യസ്ത എന്താ പറയുക വെർട്ടിക്കലിൽ നിന്നുകൊണ്ട് ചെയ്യുന്നത്. കളക്ടർക്ക് ആ ഒരു കോർഡിനേഷൻ ചെയ്യാൻ സാധിക്കും. മേയർക്ക് മാത്രം അത്രയും ഉണ്ട്. മേയർ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ റെപ്രസെൻറ്റേറ്റീവ് ഇതായതുകൊണ്ട് അത്രയും സാധിക്കില്ല. പക്ഷെ ആ ഒരു ഏകീകരണം വരണം. അതിന് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കാര്യം ഞാൻ പത്രത്തിൽ വായിച്ചു. ഞാൻ അന്ന് സജസ്റ്റ് ചെയ്തത്, മറ്റേ ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രിയായിരുന്നു സജസ്റ്റ് ചെയ്തത്, ഇപ്പോൾ GCDയെ പോലെ ഒരു മെട്രോപൊളിറ്റൻ അതോറിറ്റി, എല്ലാത്തിൻ്റെയും അധികാരം കൊടുത്തുകൊണ്ട്, GCDക്ക് അധികാരമൊന്നുമില്ല, എല്ലാം അധികാരം കൊടുത്തുകൊണ്ടുള്ള ഒരു സൂപ്പർ ബോഡി കൊച്ചി പോലത്തെ ഒരു നഗരത്തിന് ആവശ്യമാണ്. കളക്ടറും മേയറും GCDA ചെയർമാനും ബാക്കി എല്ലാ സ്ഥാപനങ്ങളും കീഴിൽ വരുന്ന, പക്ഷേ അതേസമയം അധികാരമുള്ള ഒരു സ്ഥാപനം, അതിൻ്റെ ചെയർമാനോ അല്ലെങ്കിൽ MDക്കോ തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കാനായിട്ടുള്ള അധികാരം കൊടുത്തുകൊണ്ടുള്ള ഒരു ബോഡി ആവശ്യമാണ് എന്ന് അന്ന് സജഷൻ കൊടുത്തു. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഞാനത് വായിച്ചു. അതിനെപ്പറ്റി കൂടുതൽ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നുണ്ടെന്ന്. നഗരം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കോർഡിനേഷൻ വളരെ അത്യാവശ്യമാണ്. അത് നടക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അന്ന് ഞാൻ ഈ ടീം വഴിക്ക് ചെയ്ത പല കാര്യങ്ങൾക്കും പിന്നെ ഒരു മാറ്റം വന്നത് ഈ ഇടയ്ക്ക് മെട്രോ വന്നപ്പോഴാണ്. അതുവരെയ്ക്ക് അതുപോലെ തന്നെ കെടുക്കുകയായിരുന്നു. ഇവരിപ്പോഴും ചിന്തിക്കുന്നത് ഇപ്പോൾ ഒരു മഴ പെയ്യും, ഇപ്പോൾ മഴയില്ല, മഴ പെയ്ത് കഴിയുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരു പ്രശ്നത്തെപ്പറ്റി സംസാരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഞാൻ ഈ UN പോയപ്പോൾ പഠിച്ചൊരു കാര്യമാണ്. അവരൊരു $1000 ഒരു പ്രോജക്റ്റിന് പോലും വിശേഷിക്കാൻ പറ്റും. $1000 എന്തെങ്കിലും ഒരു ചെറിയൊരു മിനി പ്രോജക്റ്റിന് പോലും 2-3 ആഴ്ച ആലോചിച്ച് ഒരുപാട് ചർച്ച ചെയ്തിട്ട് വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഗുണദോഷങ്ങൾ എന്താണ്, ദോഷങ്ങൾക്ക് എങ്ങനെ ഇത് കാണാൻ സാധിക്കും എന്നൊക്കെ പഠിച്ചുകൊണ്ട് ഒരു നല്ല കൃത്യമായിട്ടുള്ള പ്രോജക്റ്റ് റിപ്പോർട്ട്
തയ്യാറാക്കിയിട്ടാണ് $1000-5000 2 ലക്ഷം 3 ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് പോലും ആരംഭിക്കുക. വലിയ പ്രോജക്റ്റുകളൊക്കെ ഒരുപാട് പഠനം നടത്തിയിട്ടാണ്. ഇവിടെ നിർഭാഗ്യവശാൽ മെട്രോ നമ്മുടെ ഞാൻ ഇത് നമ്മുടെ ആ ഒരു ഹൈ സ്പീഡ് ട്രെയിനിൻ്റെ ഒരു ഇഷ്യൂ വന്നല്ലോ. അതിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കിയത് ഏതാണ്ട് ഡൗൺലോഡ് ചെയ്തിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രോജക്റ്റ് റിപ്പോർട്ട് പണം കിട്ടാനായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റായിട്ടേ കാണുന്നുള്ളൂ. അതായത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമായിട്ട് കാണുന്നില്ല. അപ്പോൾ എന്ത് ചെയ്താലും അതിനുള്ള പ്ലാനിങ് നമ്മൾ തീരെ പോരാ. മന്ത്രി വിളിച്ച് പറഞ്ഞു നമുക്കൊരു പാലം പണിയാന്ന് പറയുന്നു. അപ്പോൾ പാലം പണിയാ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിക്കുന്ന അവിടെ ഒരു റോഡ് പണിയാൻ പറയുന്നത് ഏത് റോഡ് പണിതു. അങ്ങനെയല്ല. ഇതെല്ലാം പഠിച്ചുകൊണ്ട് എവിടെ ആവശ്യമുണ്ട്, എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു സംവിധാനമാണ് വിദേശങ്ങളിൽ എനിക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദീർഘവീക്ഷണത്തോടു കൂടെ നമുക്ക് കാര്യം ചെയ്യാൻ സാധിക്കും. ഇവിടെ പ്രഷർ വരുന്നതനുസരിച്ചാണ് പല കാര്യങ്ങളും ഇപ്പോഴും നിർഭാഗ്യവശാൽ ചെയ്യുന്നത്. കുറേയൊക്കെ മാറിയിട്ടുണ്ട്, ഇല്ലാതെ പറയും. അതിലൊരു മാറ്റം വരണം. ഒരു ദീർഘമായിട്ട് ആലോചിച്ച് പ്ലാൻ ചെയ്തിട്ട് കാര്യങ്ങൾ നടപ്പിലാക്കണം. 2 വർഷത്തെ പ്ലാൻ ഉണ്ടെങ്കിൽ ഒരു പ്രോജക്റ്റ് 2 മാസം കൊണ്ട് തീർക്കാൻ പറ്റും. 2 മാസത്തെ പ്ലാനിങ് ഉണ്ടെങ്കിൽ ആ പ്രോജക്റ്റ് തീർക്കണമെങ്കിൽ 2 വർഷം എടുക്കും. സാർ ഇപ്പോൾ പറഞ്ഞത് വെച്ചിട്ട് നമുക്ക് ഈ ഡ്രെയിനേജിൻ്റെയും 4 വരി പാതയുടെയൊക്കെ ആ സമയത്ത് 4 വരി പാതയൊക്കെ ചെയ്ത സമയത്ത് സാർ തന്നെ പറഞ്ഞിട്ടുണ്ടായി ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെയാണ് നമ്മളെന്നത് ഫിനിഷ് ചെയ്യാൻ പറ്റിയത്. അത് വലിയ കാര്യമാണ്. പക്ഷേ ഇപ്പോഴത്തേനകത്ത് ഞാൻ ജസ്റ്റ് കൊച്ചി ടു ആലപ്പുഴ ട്രാവൽ ചെയ്തപ്പോൾ ആ റോഡ് അവിടെ ഒരു പണി സ്റ്റാർട്ട് ചെയ്തിട്ട് കുറേ നാളെ ഉറപ്പായിട്ടും സമയം എടുക്കുന്നതിൻ്റെ കൂടെ അവിടെ യാതൊരു രീതിയിലുള്ള മെയിൻ്റനൻസ് അവർ യാതൊരു രീതിയിലൊന്നും കീപ്പ് ചെയ്യുന്നില്ല. കാര്യം ഞാൻ ബൈക്കിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ പൊടി കാരണം ഞങ്ങൾക്ക് ഭയങ്കര അസുഖങ്ങളാണ് പിന്നെ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ രാത്രിയാണ് ട്രാവൽ ചെയ്യുന്നത്. എക്യുപ്മെൻറ്റ്സ് എല്ലാം സൈഡിൽ വെച്ചിട്ടുണ്ട്, പക്ഷെ ഒരു റിഫ്ലക്ടറോ ഒന്നുമില്ല. ആൾക്കാർ കമ്പിയുടെ ഒരു ബണ്ടിലായിട്ട് അവർ പോവുകയാണ്. അതിൽ ഒരു റിഫ്ലക്ടർ ഇല്ല. ട്രാവൽ ചെയ്യുന്ന ബൈക്ക് വരുന്നത് ഞങ്ങളൊക്കെ സഡൻ ബ്രേക്ക് ഇടേണ്ടി വന്നു. കാരണം ഞങ്ങൾ അടുത്ത് വരുമ്പോഴാണ് കാണുന്നത്. കാര്യം ഒരു ഇരുട്ടാണ്, ഒരു റിഫ്ലക്ടർ ഒന്നുമില്ല. അപ്പം ഇങ്ങനത്തെ സേഫ്റ്റി മെഷർമെൻറ്റ്സ് ഒക്കെ ഇപ്പോൾ ഒരു മിസ്സിങ് ആയിട്ട് തോന്നുന്നത് സാർ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടീം എഫേർട്ട്, ഒരു ടീം കോർഡിനേഷൻ്റെ കുറവാണ് ഒരാൾക്ക്. ടീം കോർഡിനേഷൻ്റെ സൂപ്പർവിഷനും ആണ്. ഞാൻ പറയുകയാണെങ്കിൽ അവർക്ക് ദുഃഖിക്കൊള്ളണം. ഞാൻ അത്രയും മോശപ്പെട്ടൊരു സ്ട്രെച്ച് ഈ 6 വരി പാതയിൽ കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എറണാകുളത്ത് നിന്ന് കാസർഗോഡ് എല്ലാ മാസവും 1-2 തവണ യാത്ര ചെയ്യും. തൃക്കരിപ്പൂര് ആ സ്ട്രെച്ചൊക്കെ ഇതേപോലത്തെ 6 വരി പാതകൾ പണിയുന്നുണ്ട്. പലയിടത്തും നല്ല സംവിധാനങ്ങളൊക്കെയാണ്, ഓൾട്ടർനേറ്റ് റോഡ്സ്, നല്ല ടാറിട്ട റോഡുകൾ. പക്ഷേ ഈ അരൂരിൽ നിന്ന് ചേർത്തല ആലപ്പുഴ വരയ്ക്കുള്ള ഭാഗത്ത് അത് ഇറ്റ്സ് ക്രിമിനൽ. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത രീതിയിലാണ് അവിടുത്തെ. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ട്രിവാൻഡ്രത്ത് പോകുകയാണെങ്കിൽ കോട്ടമ്പുഴയ്ക്ക് പോകുള്ളൂ. കാരണം അത്രയും ബുദ്ധിമുട്ടാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത അതിൻ്റെ പ്ലാനിങ്ങിൻ്റെ മാത്രമല്ല, അത് വേണ്ട, അത് കുഴപ്പമില്ല എന്നുള്ള ഒരു മനോഭാവം കൂടി അതിനകത്ത് ഉണ്ട്. ഇതൊക്കെ ആൾക്കാർ ഇത് സഫർ ചെയ്താലും ഒരു കുഴപ്പം ഞങ്ങൾക്ക് വരാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു അഹങ്കാരം. അതിലത്തെ കോൺട്രാക്ടർ ഏതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ പേര് ഓർക്കുന്നില്ല. പക്ഷേ ആ കോൺട്രാക്ടർക്ക് ഉണ്ടെന്നാണ് ഞാൻ പറയുക. അതൊക്കെ നിർത്തേണ്ട കാര്യമായിട്ട് നമ്മുടെ PW മിനിസ്റ്ററൊക്കെ വിചാരിച്ചാൽ, അല്ലെങ്കിൽ നാഷണൽ ഹൈവേ ഗഡ്കരി ഈസ് എക്സ്ട്രീംലി എഫിഷ്യൻറ്റ് മിനിസ്റ്റർ. അദ്ദേഹമൊക്കെ വിചാരിച്ചാൽ, നാഷണൽ ഹൈവേ അതോറിറ്റി വിചാരിച്ചാലൊക്കെ നിർത്താൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അത് നിർത്താത്തത് ഇറ്റ് ഈസ് തീർച്ചയായിട്ടും ഒരു നാഷണൽ ഹൈവേ അതോറിറ്റി ബാക്കിയുള്ളവർക്ക് ചെയ്യുന്ന രീതിയിൽ ഇവിടെ ചെയ്യാൻ സാധിക്കാത്ത അവർക്കെതിരെ ഏറ്റവും ഒരു കുറ്റാരോപണം തന്നെയാണ്. ഒരു ആക്സിഡന്റ് വന്നിട്ട് അവർ നേരെയാക്കാം എന്നുള്ളൊരു മനോഭാവമാണോ? ടെറിബിൾ സ്ട്രെച്ച്. ഞാൻ അതുകൊണ്ട് ഇപ്പോൾ ആ വഴിക്ക് പോകാറില്ല. ഇപ്പോൾ ട്രിവാൻഡ്രത്തൊക്കെ പോകുന്ന കോട്ടയം വഴിക്കാണ്, കുറേ കൂടി ദൂരമുണ്ട്. അത് തീർച്ചയായിട്ടും അതൊരു നമ്മുടെ ഈ നാഷണൽ ഹൈവേയുടെ 6 വരി പാത പണിയുന്നതിലത്തെ ഒരു കളങ്കമാണത്. ബാക്കി എല്ലായിടത്തും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്നുണ്ട്, കാറിൽ യാത്ര ചെയ്യുന്നുണ്ട് പറയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ വെള്ളത്തിൻ്റെ കാര്യം, വെള്ളം പൊങ്ങുന്നതിൻ്റെ കാര്യം, ഇപ്പം മുല്ലപ്പെരിയാർ എന്ന് പറയുന്നൊരു കാര്യം, ആ അണക്കെട്ട് പൊട്ടില്ല എന്ന് ഞങ്ങളെല്ലാവരും ഇപ്പോൾ കൊച്ചിയിലാണ് സെറ്റിൽഡ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ടൈം മഴ വരുമ്പോൾ മാത്രം പേടി വരുന്നൊരു കാര്യമാണ് ഈ മുല്ലപ്പെരിയാറിൻ്റെ ഒരു ഇഷ്യൂ വരുന്നത്. അപ്പോൾ അതുപോലെയുള്ളൊരു കാര്യം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വെള്ളം പൊങ്ങാൻ ഈസി ആയിട്ട് പോകും. കാര്യം ഇപ്പോഴത്തെ മഴയത്ത് തന്നെ പോകുന്നുണ്ടെങ്കിൽ ഒരു മുല്ലപ്പെരിയാറിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അതോടുകൂടി കൊച്ചി എന്ന് പറയുന്നൊരു നഗരം ഉൾപ്പെടെ 4 ജില്ലകളാണ് പണിയാവാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ചർച്ച മാത്രമല്ല, അത് മുല്ലപ്പെരിയാർ പുതുക്കി പണിയേണ്ട സമയമൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. പണ്ട് ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരു വെള്ളപ്പൊക്കം വന്നിട്ടാണ് മ്യൂസീരിയസ് എന്ന് പറഞ്ഞ പട്ടണമില്ലാതായി കൊച്ചി നഗരം ഉത്ഭവിച്ചത്. അതേപോലത്തെ ഒരു നിർഭാഗ്യം കൊച്ചിക്ക് വരാൻ പാടില്ല. പുതിയൊരു ഇങ്ങനൊരു സംവിധാനം കൊണ്ടുവരണമെങ്കിൽ ഫണ്ട് ഇഷ്യൂ ആയിരിക്കാം. ചിലപ്പോൾ അതായിരിക്കാം ഇതിനൊരു ഫണ്ടിൻ്റെ ഇഷ്യൂ അല്ല.
എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 100% ഷുവറാണ്. ഫണ്ടിങ് അല്ല, ഫണ്ടിങ് ഇപ്പോൾ ഇന്ത്യയിൽ ഫണ്ടിനാണോ കുറവ്? ലക്ഷക്കണക്കിന് കോടികളുള്ള ഒരു രാജ്യമായിട്ട് മാറിയിട്ടുണ്ട്. ട്രില്യൺ ഇക്കോണമി എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഫണ്ടിൻ്റെ കാര്യമല്ല. ഫണ്ടിൻ്റെ കാര്യം ഇത് വേറെ പൊളിറ്റിക്കൽ ഒരു ഭയമാണ് എനിക്ക് തോന്നുന്നത് തമിഴ്നാട്ടിൽ. അല്ലെങ്കിൽ അതിനകത്ത് വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് അറിഞ്ഞൂടാ. എന്ത് കാര്യമാണെങ്കിലും ഇത് മനുഷ്യജീവനെ എഫക്റ്റ് ചെയ്യുന്ന 2, 3 ലക്ഷങ്ങൾ പേർക്ക് മരിക്കാവുന്നതാണ്. സ്വത്ത് പോട്ടെ, ജീവന് ഇരിക്കാവുന്ന, ഒരു കാരണവശാലും ഇത് നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല എന്ന് വളരെ ശക്തമായിട്ട് വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ്. അത് തമിഴ്നാട് ഗവൺമെൻറ്, സ്റ്റാലിൻ പോലെ മുഖ്യമന്ത്രി, പിണറായി പോലത്തെ മുഖ്യമന്ത്രി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മോഡി, ഷാ ഒക്കെ അവരൊക്കെ വളരെ ഹോമനിസ്റ്റായിട്ട് ഇരിക്കുകയല്ലേ. അവർക്കൊക്കെ ഇതിനകത്ത് ഇടപെട്ട് ജീവൻ രക്ഷിക്കാൻ സാധിക്കുന്നതാണ്. വല്ലതും പറ്റുപോയോ നമ്മളൊന്നും ഉണ്ടാകില്ല. സെബനും ഉണ്ടാകില്ല, ചീച്ചും ഉണ്ടാകില്ല, ഞാനൊക്കെ ഉണ്ടാകില്ല. വല്ല ഹെലികോപ്റ്ററൊക്കെ വാങ്ങിച്ച് വെച്ചു ഇവിടെ പണം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കായിരിക്കും രക്ഷപ്പെടാൻ പറ്റും. പറ്റുള്ളൂ. ഈ മഴ വരുമ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്ന ആൾക്കാരാണ് കളക്ടർ എന്ന് പറയുന്നത്. അവധി കിട്ടിയിരുന്നെങ്കിൽ ആക്ച്വലി കുട്ടികൾ മാത്രമല്ല, പാരൻസ് ഉൾപ്പെടെ. ഗവൺമെൻറ് ജോബ് കൂടുതൽ, ഞങ്ങൾക്ക് പ്രൈവറ്റ് ആൾക്കാർക്ക് മാത്രം അത്ര ഇതില്ലാതും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ സാർ ആക്ച്വലി ആ ഒരു പൊസിഷനിൽ നിൽക്കണമായിരുന്നു, മിസ് ചെയ്യുന്നുണ്ട് ഒരു സൂപ്പർ. ഇല്ല, അന്ന കാലത്ത് ഞങ്ങൾ മഴ വരുമ്പോൾ ഹോളിഡേ ഒന്നും ഡിക്ലെയർ ചെയ്യാറില്ല. മഴ വെള്ളം ഒലിച്ച് പോയിക്കോളും. അതായത് ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ ഈ മഴ 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 ഇന്ന് നല്ല മഴയാണെങ്കിൽ ഞാനെൻ്റെ ജീവിതത്തിലൊരു മഴയ്ക്ക് ഹോളിഡേ പ്രഖ്യാപിച്ചതായിട്ട് ഇപ്പം ഓർക്കുന്നില്ല. പക്ഷേ ഈ അതിപ്പോൾ പുതിയ വന്നിരിക്കുന്ന ഒരു ട്രെൻഡാണ്. ഇപ്പത്തെ കളക്ടർ ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദി പറയാണ്, കുട്ടികൾ വന്ന് കമന്റ്സ് ഇടുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രിവിലേജ് സാറിന് കിട്ടിയിരുന്നെങ്കിൽ. പ്രിവിലേജ് ഉണ്ടായിരുന്നു, അത് ഉപയോഗിക്കുക. അങ്ങനെ ഇപ്പോൾ കളക്ടർക്ക് 144 സെക്ഷൻ ഉപയോഗിച്ച് എന്ത് തീരുമാനം എടുക്കാം? സെക്ഷൻ CRPCയുടെ 144 ഉപയോഗിച്ച് എന്ത് തീരുമാനം എടുക്കാൻ നടപ്പിലാകും. അത്രയും ഒരു പവർഫുൾ പോസ്റ്റാണ് കളക്ടറിൻ്റെ പോസ്റ്റ്. പക്ഷെ ഒരിക്കലും ഞാനൊരു അവധി പ്രഖ്യാപിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അവധി പ്രഖ്യാപിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു വെള്ളപ്പൊക്കത്തിന് ശേഷമായിരിക്കാം ഇങ്ങനൊരു ആയിരിക്കാം. പിന്നെ അത് ഈ പറഞ്ഞതുപോലെ നമുക്ക് ഒരു നിർഭാഗ്യവശാൽ ഒരു ട്രെൻഡ് കണ്ടുവരുന്നത് IASകാരുടെ ഇടയിൽ എൻ്റെ കാലത്തും കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഒരു പോപ്പുലർ ആകാനായിട്ട്, ജനപ്രീതി ലഭിക്കാനായിട്ട് ഉള്ളൊരു ആകാംക്ഷ ഞങ്ങളുടെ ചെറുപ്പം IASകാരുടെ ഇടയിൽ കൂടുതൽ വരുന്നുണ്ട്. അത് ഒട്ടും നല്ലതല്ല. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ജനപ്രീതി എന്തായാലും കിട്ടും. പക്ഷേ ജനപ്രീതിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് അത് ഒരു ഔദ്യോഗിക തലത്തിലെ ഒരു ഉദ്യോഗസ്ഥന്, പ്രത്യേകിച്ച് IASലൊക്കെ ഇരിക്കുന്ന IPSലൊക്കെ ഇരിക്കുന്നവർക്ക് അതൊട്ടും ഭൂഷണമല്ല. അത് ആ ഒരു ട്രെൻഡ് കൂടുതൽ വരുന്നുണ്ട്. ഈ കളക്ടർ ബ്രോ എന്നൊക്കെ പറഞ്ഞ് ഒക്കെ വരുന്നത് ഒട്ടും ശരിയല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരു തീരുമാനമെടുത്ത് നടപ്പിലാക്കേണ്ട തീരുമാനത്തിൻ്റെ ഗുണദോഷങ്ങൾ നോക്കിയിട്ടാണ്, അല്ലാതെ എത്ര വോട്ട് കിട്ടുന്ന നോക്കിയിട്ട് ആയിരിക്കാൻ പാടില്ല. അത് രാഷ്ട്രീയക്കാർ നോക്കിക്കോട്ടെ. അപ്പോൾ നമുക്ക് ഒരു സ്കൂൾ ബസ്സാണെങ്കിൽ ഇപ്പോൾ ട്രാവൽ വരുമല്ലോ, ഇപ്പോൾ മഴ കാരണം ഇപ്പോൾ വെള്ളം കെട്ടി അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ ആ ഒരു ട്രാവലിൽ കുട്ടികൾക്ക് അല്ലെങ്കിൽ ബസ്സിന് അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ അപ്പോൾ അത് മേ ബി കളക്ടറിന് അഗെയിൻസ്റ്റ് ആയിരിക്കില്ലേ ഇവർ? എന്തുകൊണ്ടാണ് അവധി അല്ല, കൊടുത്തത്? ആവശ്യം വന്നാൽ തീർച്ചയായിട്ടും അവധി പ്രഖ്യാപിച്ചോട്ടെ. പക്ഷെ ഒരു ജനപ്രീതി ലഭിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ആവശ്യം, ഇപ്പോൾ നാളെ ഇവിടെ ഒരു ഭൂകമ്പം വന്നു, അല്ലെങ്കിൽ നമ്മുടെ നാണക്കെട്ട് പൊട്ടി, തീർച്ചയായിട്ടും നടപടിയെടുക്കണമല്ലോ. അത് അവധിയല്ല, എല്ലാം പ്രഖ്യാപിക്കണം. പക്ഷെ അത് ആവശ്യമില്ലാതെ ഒരു മഴ പെയ്തു ചാറ്റൽ മഴ കേരളത്തിന് പുതുമയാണോ? ഇത് പുത്തരിയൊന്നുമല്ലോ. നമ്മൾ മഴ ചെറുപ്പം തുടങ്ങിയ മഴ കൊണ്ടിട്ടാണ് ജനിച്ചിരിക്കുന്ന വളർന്നിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞതല്ല, അത് തീരുമാനം എടുക്കേണ്ടത് എടുക്കണം. അപ്പോൾ ചെറുപ്പോൾ എന്താ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ നിന്നിട്ട് നമുക്കൊരു ചെറിയ പൊളിറ്റിക്കൽ ലെവലിലേക്ക് ചെറിയത് പറഞ്ഞു കുറച്ച് കൊണ്ടുവരണം. പൊളിറ്റിക്കൽ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ പേഴ്സണൽ പ്രിൻസിപ്പിൾസിന് എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ലൈക്ക് ഇല്ല, കുറേ പണം ചിലവാകേണ്ടി വന്നു. രാഷ്ട്രീയത്തിൽ എല്ലാവരും പണം ഉണ്ടാക്കുന്നതാണ് കേട്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് പണം കുറേ ചിലവാകുന്നുണ്ട്. പ്രിൻസിപ്പിൾസിനൊന്നും ഞാൻ ഇത് കോംപ്രമൈസ് ഒന്നും ചെയ്യേണ്ടി വന്നിട്ട് ഞാൻ അത് ഒരു അധികാര സ്ഥാനത്ത് രാഷ്ട്രീയത്തിൽ വന്നിട്ടില്ല. അത് വരുമ്പോൾ കോംപ്രമൈസ് ചെയ്യാൻ എനിക്ക് പ്രലോഭനം വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഇത് എനിക്ക് അങ്ങനെ അധികാര സ്ഥാനങ്ങളിലൊന്നും ഇല്ലാത്തത് കൊണ്ടും അങ്ങനെ ഒരു കോംപ്രമൈസ് ഒന്നും ചെയ്യില്ല. എന്ത് രീതിയിലുള്ള കോംപ്രമൈസാണ് ഉദ്ദേശിച്ചത്? അതായത് ഇപ്പോൾ ഏത് രീതിയിലുള്ള കോംപ്രമൈസ്? ഒരു ഒരെണ്ണം പറയും. എക്സാമ്പിൾ അതായത് ഇപ്പം ഞാനിപ്പോൾ IAS ഓഫീസറായിട്ട് നിൽക്കുമ്പോൾ ആ സമയത്ത് എന്തെങ്കിലും പൊളിറ്റിക്കൽ ഇത് തന്നെ, ഇപ്പം എൻ്റെ പാർട്ടി, ഞാനിപ്പോൾ ഇന്നൊരു പാർട്ടി എന്ന് പറയുന്നില്ല, ഞാൻ ഏത് പാർട്ടിയിലാണെങ്കിലും നിന്നിട്ട് എന്ത് വന്ന് പറഞ്ഞാലും എനിക്കത് ഓക്കെ, ഞാൻ എൻ്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് എനിക്ക് ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സ്റ്റാൻഡ് ഞാൻ എടുക്കും. പക്ഷേ ഞാനൊരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ വന്നു കഴിഞ്ഞാൽ ആ പാർട്ടിയിലുള്ളൊരു അനുഭാവിക്ക് അത് നെഗറ്റീവ് ആണെങ്കിൽ പോലും എനിക്ക് അയാളുടെ കൂടെ നിൽക്കണം
എന്ന ഒരു ചിന്തയിൽ നിന്നിട്ട് എൻ്റെ പ്രിൻസിപ്പൾസ് മാറ്റി അവരുടെ കൂടെ നിൽക്കാം. അതെ, പലരും എന്നെ മറ്റുള്ള പാർട്ടികൾക്കൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിൻസിപ്പൾസ് അനുവാദിക്കാത്തതുകൊണ്ട് ഞാൻ അത് പാർട്ടിയിൽ ഇപ്പോൾ BJP-യിലേക്കൊക്കെ പോയ സ്ഥാനം കിട്ടുന്നു, അല്ലെങ്കിൽ ഇടതുപക്ഷത്തേക്ക് പോയാൽ മറ്റേതാവും മറിച്ചാവും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് സമീപിക്കാറുണ്ട്. പക്ഷെ ഞാൻ പോയിട്ടില്ല. സ്ഥാനം കുറേയൊക്കെ അനുഭവിച്ചത് അതുകൊണ്ടായിരിക്കാം എനിക്ക്. പക്ഷേ എൻ്റെ ആ നിലപാടിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാതെ തന്നെ BJP-യിലേക്ക് പോയാൽ മറ്റേതാവും, ക്രിസ്ത്യാനികൾ BJP-യിൽ കുറവാണ്, അതുകൊണ്ട് പോയാൽ എനിക്ക് ആന കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രചോദനങ്ങളും സ്വാധീനങ്ങളൊക്കെ വരും. ഇടതുപക്ഷത്തേക്ക് എന്താ പോകാത്തത് എന്നൊക്കെ ചോദിച്ച് ഒക്കെ. ഇപ്പോൾ 8 കൊല്ലമായില്ലേ ഗവൺമെൻറ്. എനിക്ക് അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. പ്രിൻസിപ്പൾസ് അങ്ങനെ തന്നെ പോകുന്നു. എൻ്റെ പ്രിൻസിപ്പൾസ് അങ്ങനെ തന്നെ. അതിന് തന്നെ മാറ്റമില്ല. ഭാവിയിൽ മാറ്റം ഉണ്ടാകില്ല എന്നുള്ളൊരു വിശ്വാസം. ഓക്കെ. പിന്നെ ഉള്ളത് സാർ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആക്റ്റീവായിട്ടുള്ള ആളാണ്. ഞാനൊരു ഇന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ആളല്ല. അല്ല കുറേ ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ആണല്ലേ, ഹാൻഡിൽ ചെയ്യുന്നത് സെബാസ്റ്റ്യനാണ്. ഓക്കെ. ഞാൻ പണ്ടും കുറേ വീഡിയോസ് എടുക്കാറുണ്ട്. പക്ഷേ അത് കൊടുക്കാനായിട്ടുള്ള ഒരു സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എൻ്റെ സെക്രട്ടറി, അദ്ദേഹം ഒരു ഫിലിമിലത്തെ അസിസ്റ്റന്റ് ഡയറക്ടറും കൂടിയാണ്. ഓ അതാണ്. ഓക്കെ. അപ്പോൾ അതിനകത്ത് ഫിലിമിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണല്ലേ? അദ്ദേഹത്തിന് ഫിലിം ഡയറക്ടർ ആകണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഈ ഇടയ്ക്ക് ഒരു അവസരം കിട്ടിയതൊരു ഫിലിമിൽ അസിസ്റ്റന്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു രണ്ടും കൂടി ചെയ്യാൻ സാധിച്ചാൽ ചെയ്തോളാം പറഞ്ഞു. അപ്പോൾ നമ്മുടെ അമ്മയ്ക്ക് അഗെയിൻസ്റ്റ് അമ്മ എന്ന് പറയുന്ന നെയിം മാറ്റണം, അല്ലെങ്കിൽ അത് പിരിച്ചുവിടും. അപ്പോൾ അത് പുള്ളി തന്നെ ഇട്ട പോസ്റ്റാണോ? അതെ, പോസ്റ്റൊക്കെ ഉണ്ട്. സാറാണ് ഞാൻ പറയുന്നത് അദ്ദേഹം സ്വന്തമായിട്ട് ജസ്റ്റ് പാത്രമാണോ? അത് അപ്രൂവൽ കിട്ടിയിട്ട് അമ്മാന്ന് പേര് തെറ്റാണ്. അത് പൂട്ടി സ്ഥാപനം പൂട്ടി പോണെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം തോന്നിയൊരു പണ്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഹേമ കമ്മിറ്റി അതിൻ്റെ ഒരു അവസാനത്തെ എന്താണ് ലാസ്റ്റ് സ്ട്രോ ഓൺ ദ ക്യാമൽസ് ബാക്ക്. നമ്മ പോലത്തെ ഒരു സ്ഥാപനം നമ്മുടെ മരിച്ചുപോയ തിലകനെയൊക്കെ ട്രീറ്റ് ചെയ്തത് ഇത്രയും നല്ലൊരു അഭിനയിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി തിലകനൊക്കെ ട്രീറ്റ് ചെയ്ത് വളരെ മോശമായിട്ടല്ലേ അന്നേ തുടങ്ങി. എനിക്ക് തോന്നി ഇതൊരു മാപ്ര സംവിധാനം പോലെ മാപ്ര സംവിധാനം പോലെ നടക്കുന്നൊരു സംവിധാനമാണ്. ഒരിക്കലും അങ്ങനത്തെ ഒരു സ്ഥാപനം ശരിയായിട്ട് പോയില്ല. നിർഭാഗ്യവശാൽ മോഹൻലാൽ അതിൻ്റെ തലപ്പത്തിരിക്കുന്നത് കൊണ്ടും ഒക്കെ അത് കൊണ്ടുപോകുന്ന രീതിയിൽ കൊണ്ടുപോകാൻ അത് ചെയ്യാമായിരുന്നു. പക്ഷേ ഈ പറയുന്ന പോലെ എല്ലാവർക്കും പ്രഷറുണ്ട്. നമ്മൾ ചെയർമാനാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിചാരിക്കുന്നതൊക്കെ നടക്കില്ല. പക്ഷേ ആ ഒരു സ്ഥാപനം ഒരിക്കലും കേരളത്തിന്, പ്രത്യേകിച്ച് കേരളത്തിലെ വലിയ അറിയപ്പെടാത്ത പക്ഷേ അതേസമയം കഴിവുള്ള ആക്ടർമാർക്കും ആക്ട്രസ്മാർക്കും അത് ഭൂഷണമായിരുന്നില്ല എന്നാണ് എൻ്റെ ഞാനൊരു ഫിലിം അധികം കാണുന്ന വ്യക്തിയൊന്നുമല്ല, പുറമേ നിന്ന് കാണുന്നതാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അത് ഹേമ കമ്മിറ്റി അതിൻ്റെ അമ്മയുടെ പ്രവർത്തനം കാണുമ്പോൾ തന്നെ അറിയാം ഇത് എന്തെങ്കിലും ഒരു നാശത്തിൽ കലാശിക്കുമെന്ന് നമുക്ക് പ്രവചിക്കാമായിരുന്നു. പക്ഷേ ഹേമ കമ്മിറ്റി വരുന്നൊന്നും എനിക്ക് ഹേമ കമ്മിറ്റിയിലത്തെ ആ വത്സരകുമാരിയാണ് കേട്ടോ എൻ്റെ സബ് കളക്ടറായിട്ട് ഞാൻ പറഞ്ഞത് നേരത്തെ. ഷീ വാസ് സബ് കളക്ടർ ഹിയർ വെൻ ഐ വാസ് ദെൻ ഷീ ബിക്കേം പത്തനംതിട്ടയുടെ ആദ്യത്തെ കളക്ടറും ആദ്യമായിട്ടാണ് 50 വയസ്സിന് കീഴെയുള്ള ഒരു സ്ത്രീയെ ഹൈക്കോടതിയുടെ അംഗീകാരത്തോടു കൂടെ ശബരിമല കയറിയതൊക്കെ. അതുകൊണ്ട് അമ്മയുടെ എനിക്ക് പണ്ടേ തോന്നിയിട്ടുണ്ട്. അതേപോലെ ഞാനൊരു വേറൊരു കമൻ്റ് ഇട്ടുണ്ട്, മോഹൻലാൽ യൂണിഫോമിലും കുറേ ആൾക്കാർ കൊണ്ടുകൊണ്ട് അതൊന്നും ശരിയല്ല. എന്നുവെച്ചാൽ ഒരു വലിയൊരു ജൂലൈയിൽ ഇപ്പോൾ ഉണ്ടായ സംഭവത്തിന് ശേഷം നമ്മൾ ഒറ്റയ്ക്ക് പോയി കാണുക എന്ന് പറഞ്ഞ വേറെ കാര്യം. പക്ഷേ ഒരു വലിയ ആർമിക്കാരെയൊക്കെ കൊണ്ടുപോകുന്നത് അത് ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായമാണ്. അതൊക്കെ നമ്മൾ മറ്റുള്ളവരങ്ങനെ പോകാനായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടാലും നോ എന്ന് പറയേണ്ട ഒരു ഇടയ്ക്ക് ഭംഗിയായിട്ട് നോ എന്ന് പറയാനായിട്ട് നമ്മളെല്ലാവരും പഠിക്കണം. പക്ഷെ ഒരുപാട് സഹായം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, പക്ഷേ ഒരു കുറേ 10 ജവാന്മാരെയും കൊണ്ടൊക്കെ യൂണിഫോമിലിട്ടൊക്കെ പോകാമെന്ന് പറയും. അതും ശരിക്കില്ല. ഇതൊന്നും അല്ലല്ലോ. ഹീസ് എൻ ഓണററി ഫിലിമിൽ നന്നായി അഭിനയിച്ചുകൊണ്ട് ഈ റോള് കൊടുത്തു എന്ന് ഞാനിപ്പോൾ നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ളത് കൊണ്ട് അഭിനയിക്കാൻ പോയാൽ ഞാൻ ഫെയിലിയർ ആയിരിക്കും. എനിക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്നത് കൊണ്ട് എന്നോട് ജാപ്പനീസ് ചോദിച്ചാൽ അതിനകത്ത് ഞാൻ വലിയ വിദഗ്ധനെ പോലെ ഉത്തരം പറയുന്നത് ശരിയാണ്. ഇംഗ്ലീഷിൽ ചോദിച്ചാൽ വേണമെങ്കിൽ ഉത്തരം പറയും, ഇംഗ്ലീഷിൻ്റെ കാര്യങ്ങൾ ചോദിച്ചു. പക്ഷേ ജപ്പാനീസ് ഭാഷയെ പറ്റി ഞാൻ അഭിപ്രായങ്ങളൊക്കെ പറയാൻ തുടങ്ങുന്നത് ശരിയാണോ? ഇല്ല. നമ്മുടെ ആ രംഗത്ത് ഉള്ള ഇത് പറയണമെന്നല്ലാതെ മറ്റുള്ളവർക്ക് പോകുന്നത് വലിയ വിശ്വാസം അത് ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഓക്കെ. സാറിൻ്റെ സോഷ്യൽ മീഡിയയിലുള്ള ഇത്തരത്തിലുള്ള
കമൻസും ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ചോദിക്കുന്നത്. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയെ പറ്റി ഒരുപാട് അറിയുന്ന ഒരാളാണ്. ഇപ്പോൾ ഈവൻ ഞങ്ങളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണ് സാർ. അപ്പോൾ ഒന്നുമില്ല. ഇല്ല, ഞങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ അറിയാത്ത ആൾക്കാരാണ്. അപ്പോൾ സാർ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാത്ത ആളാണോ? അപ്പോൾ ചോദിക്കട്ടെ ഞാൻ. ഓക്കെ. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ, ഇപ്പോൾ എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യം സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നതിന് പകരം അതിനെ നമുക്ക് നിയമത്തിൻ്റെ പിൻബലത്തോടു കൂടി അതിനെന്തെങ്കിലും ആക്ട് ചെയ്ത് ഒരു മോഡൽ, എന്താ പറയുക, മറ്റൊരാൾക്ക് ഇതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവരും റിയാക്ട് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. കമൻസ് ഇട്ടാണ് മിക്കവരും അവരുടെ ഫ്രസ്ട്രേഷൻ ആണെങ്കിലും എന്താണെങ്കിലും തീർക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ആ ഒരു ആറ്റിറ്റ്യൂഡിനേക്കാളും നമ്മുടെ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയിൽ വിശ്വസിച്ചുകൊണ്ട് അതൊരു എന്താ പറയുക, ഒരു മാതൃകയാക്കി കാണിക്കുന്ന രീതിയിൽ ഓക്കെ ഈ ചെയ്തത് ശരിയല്ല, ഞാൻ ഇതിനെതിരെ ഒരു നിയമയുദ്ധം സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിൽ സാറിന് ചെയ്യണമെന്ന് തോന്നുന്നു. നല്ല കാര്യം. ഞാനൊരു നിയമയുദ്ധം ആരംഭിച്ചാൽ എൻ്റെ മകളുടെ കാര്യം ആകുമ്പോഴേക്കും അത് ശരിയാവുമെന്ന് വിശ്വസിക്കുക. നിയമവ്യവസ്ഥ ശരിക്കും നടപ്പിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇത്രയും പറയേണ്ടി വരുന്നത്. നിയമവ്യവസ്ഥ കുറേയും കൂടിയൊക്കെ ഭംഗിയായിട്ട് നടക്കലാണെങ്കിൽ നമ്മളൊരു കേസ്, ഞാൻ അവരെ കുറ്റം പറയില്ല, അവർക്ക് 10 ലക്ഷങ്ങൾ കേസുകൾ ഉണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് കേരള ഹൈക്കോടതി ഒരു ജഡ്ജുമായിട്ട് അടുത്ത് പഴകാൻ സാധിച്ചു, ജസ്റ്റിസ് സുരേഷ് കുമാർ, പേര് പറയാത്ത. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അത്രയും ഒരു ജീവിതം മുഴുവൻ ഈ കോടതിയിലിരുന്ന കേസ് കേട്ട് വൈകിട്ട് പോയിട്ട് തീരുമാനങ്ങളെടുത്ത് എടുക്കുന്നവരാണ്. അപ്പോൾ അത്രയും മാത്രം കോടതികളിലേക്ക് ഭാരമുണ്ട്. അതുകൊണ്ട് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ താമസിക്കുന്ന ചോയ്സ് വില്ലേജിലാണ് തൃപ്പൂണിത്തറ. അവിടെ ഒരു ഓവർബ്രിഡ്ജ് ഉണ്ട്, തൃപ്പൂണിത്തറ ROB. അതിൻ്റെ താഴത്തെ ഒരു സർവീസ് റോഡാണ് ഞങ്ങളെല്ലാവരും 500 കുടുംബങ്ങൾ ഉപയോഗിക്കുന്നത്. ചോയ്സ് പാരഡൈസ്, ചോയ്സ് സ്കൂളിലേക്ക് വരാൻ. പിന്നെ എന്താ ലോവർ മിഡിൽ ക്ലാസ് ഫാമിലീസ് 400 പേര് താമസിക്കുന്നത്. 2-3 ഫ്ലാറ്റ് ഉണ്ട്, SFSൻ്റെ ഫ്ലാറ്റുണ്ട്, പിന്നെ കെൻറ്റിൻ്റെ വില്ലാസ് ഉണ്ട്, പിന്നെ ചോയ്സ് ഉണ്ട്, പിന്നെ വിനിയാർഡ് മെഡോസ് ഉണ്ട്, പിന്നെ അതേപോലെ ജയറാമിൻ്റെ ഒക്കെ അളിയൻ താമസിക്കുന്ന, പേര് മറന്നു പോകുന്നു, ആക്ടർ ജയറാം. ഒരുപാട് പേര് താമസിക്കുന്ന 500 കുടുംബങ്ങൾ, അതിലും കൂടുതൽ താമസിക്കുന്നൊരു അതിലേക്കുള്ള റോഡ് കുണ്ടും കുഴിയായിട്ട് കഴിഞ്ഞ 1 കൊല്ലമായിട്ട് ഞാൻ നാഷണൽ ഹൈവേയോടും PWയോടും മൂവാറ്റുപുഴ മന്ത്രിയോടൊക്കെ ഞാൻ കത്തുകളുമായി ഒന്നും നടക്കുന്നില്ല. അപ്പോൾ നമ്മുടെ സംവിധാനത്തിലുള്ള ഡിലേ കൊണ്ടാണ് ആ ഒരു ഇംഗ്ലീഷിൽ ഫ്രസ്ട്രേഷൻ എന്ന് പറയില്ലേ നമുക്ക്, അതാണ് ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നത്. വേറെ എവിടെയാണ് അവർ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്തേണ്ട ആൾക്കാരിലേക്ക് പെട്ടെന്ന് എത്തുന്നു എന്നുള്ളതൊരു കാര്യം കൂടിയാണ്. എത്തുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് എത്തും, പക്ഷേ ആ എത്തുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് എത്തിക്കഴിഞ്ഞിട്ട് അവരത് നടപടി എടുക്കും എന്നുള്ളത് വേറെ കാര്യം കേട്ടല്ലേ. പക്ഷെ നമുക്കുള്ള മനസ്സിലുള്ള ഒരു ഫ്രസ്ട്രേഷൻ ഒന്ന് എവിടെയെങ്കിലും അവതരിപ്പിക്കാമെന്നാണ് അതിനകത്ത് കൂടുതൽ. നമുക്ക് അത്രയും ഒന്ന് കരയുമ്പോൾ നമുക്ക് വിഷമം കുറയുന്നത് പോലെ ഒന്ന് കരയുന്നതിനൊരു തുല്യമായിട്ട് കാണാൻ സാധിക്കും. അപ്പം നമ്മുടെ സംവിധാനങ്ങളിലുള്ള വീഴ്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നമ്മളിന്ന് കൂടുതൽ കാണുന്നത്. സംവിധാനം ഇപ്പോൾ ഞാൻ ഒരു കത്തൊക്കെ എഴുതി അല്ലെങ്കിൽ 2 പേരെ വിളിച്ച് പറഞ്ഞിട്ട് ആ റോഡ് റിപ്പയർ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് വേറെ ഇപ്പോൾ ആ ഫ്രസ്ട്രേഷൻ എൻ്റെ മനസ്സിൽ കെടുക്കുകയാണ്. ഞാൻ സോഷ്യൽ മീഡിയയിൽ പോകുന്നില്ല. അങ്ങനത്തെ എനിക്ക് പോലും അത് സാധിക്കുന്നില്ലെങ്കിൽ സാധാരണക്കാരൻ്റെ ഒരു റോഡൊന്നും ആലോചിച്ച് നോക്കി. 1 കൊല്ലമായി ഇതിൻ്റെ പിന്നാലെ നടക്കുന്നു. നാഷണൽ ഹൈവേയുടെ 2 ഓഫീസുകൾ കൊച്ചിയിലുണ്ട്, ഒരെണ്ണം എടപ്പള്ളിയിലും ഒരെണ്ണം 2 PWD പറയുന്നത് ഇത് ഞങ്ങളുടെ റോഡല്ല, ഞങ്ങൾ നാഷണൽ ഹൈവേക്ക് കൊടുത്തു. നാഷണൽ ഹൈവേ പറയുന്നത് ഞങ്ങൾ റോഡ് ഏറ്റെടുത്തിട്ടില്ല. അപ്പോൾ ഇതെവിടെയാണ്? തൃശ്ശൂർ സ്വർഗത്തിൽ. ഇപ്പോൾ എന്നെ പോലത്തെ ഒരാൾക്ക് പോലും അതിലൊന്നും ചെയ്യാൻ പറ്റാതെ ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ആ ഫ്രസ്ട്രേഷൻ കൊണ്ടാണ്. ഇതാണ് എൻ്റെ സോഷ്യൽ മീഡിയ. ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇപ്പോൾ സാധാരണക്കാരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. നിയമ സംവിധാനങ്ങൾ, ഭരണ സംവിധാനങ്ങൾക്ക് വീഴ്ചകളാണ്. ഞാൻ കളക്ടറായിരുന്ന കാലത്ത് ഇപ്പോഴും പലരും എന്ന് പറഞ്ഞ സാർ എനിക്ക് അന്ന് അത് ചെയ്തു ഇത് ചെയ്തു. ചെയ്യാൻ സാധിക്കുന്ന ചെയ്തു കൊടുക്കാനായിട്ടുള്ള ഒരു മനോഭാവം, അതിനുള്ളൊരു സംവിധാനം നമുക്ക് ഇതുവരെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അതാണ് എപ്പോഴും ഏറ്റവും വലിയ ഒരു വീഴ്ച നമ്മുടെ നിയമ സംവിധാനത്തിൽ. നിയമത്തിന് മുമ്പിലൊക്കെ പോയാൽ എത്ര കാലം എടുക്കും? പിന്നെ നിയമം അങ്ങോട്ടും പോകാം ഇങ്ങോട്ടും പോകാം കേട്ടോ. അത് വക്കീലിനും എടുക്കും. ആ സമയത്ത് തെളിവിൻ്റെ ഞാൻ കുറ്റം പറയല്ല, പക്ഷേ ദാറ്റ് ഈസ് ദി പ്രോബ്ലം വിത്ത് ആ ലീഗൽ സിസ്റ്റം. നല്ല സിസ്റ്റം പുതിയ ചേഞ്ചോടുകൂടി വരട്ടെ, നമുക്ക് കാത്തിക്കും. അല്ലാതെ വെറുതെ ചെയ്യാൻ പറ്റുമോ? അതും ഒരു ഫ്രസ്ട്രേഷൻ. അതെ. ഓക്കെ, അപ്പോൾ നല്ലൊരു സെഷനായിരുന്നു. ആണോ? അല്ല, ഞങ്ങൾക്ക് ഇത് സാർ പറഞ്ഞ പല കാര്യങ്ങളും ഇത്തരത്തിൽ ഒരു പുതിയ അനുഭവം. ഞങ്ങൾക്ക് പുതിയ കാര്യങ്ങളാണ് പലതും.
അപ്പോൾ സാറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിനെ നോക്കി കാണാന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു സ്ട്രോങ് ആയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ചിലപ്പോൾ പറയേണ്ടടുത്ത് പറയേണ്ടി വരും. അത് കുഴപ്പമില്ല. പറയേണ്ട കാര്യങ്ങൾ സ്ട്രോങ് ആയിട്ടും പറയണം. അങ്ങനെ പറയാത്ത ആൾക്കാരുള്ളതാണ് പ്രശ്നം. അതെ. ഓക്കെ സാർ, അപ്പോൾ ഇത്രയും ബിസി സ്കെഡ്യൂളിലും വന്ന് ഈ ഒരു സെഷൻ ഞങ്ങൾക്ക് തരാൻ സാധിച്ചതിൽ ഞങ്ങൾ കൃതാർത്ഥരാണ്. Thank you, Jiju. Thank you. ഓക്കെ, Super. അപ്പോൾ നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി കുറച്ചുകൂടി സാർ ബിസി അല്ലാതൊരു സിറ്റുവേഷൻ വേറെ വരുമ്പോൾ നമുക്ക് അടുത്തൊരു സെഷൻ തീർച്ചയായിട്ടും മാഡ് പ്ര വളരട്ടെ, ഉയരങ്ങളിലേക്ക് ഉയരട്ടെ. ജനങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് ഇതൊരു വേദിയാകട്ടെ. ജനങ്ങളുടെ ആശയങ്ങൾ, പ്രത്യേകിച്ച് കലാകാരന്മാരുടെയും മറ്റവരുടെയൊക്കെ ആശയങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ടുള്ള ഒരു വേദിയായിട്ട് മാഡ് പ്ര മാറട്ടെ എന്ന് കൂടി ഞാൻ ആശംസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സർ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സർ. ഓക്കെ, ബൈ. താങ്ക് യു.